الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله
بالصلاة والزكاة وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: من سره أن يلقى الله عز وجل فليحافظ على الصلوات الخمسة. صدق رسول الله صلى الله عليه وسلم. صم عن الدنيا وضرتها ولا تفطر إذا صمت إلا رحمة الرحمن بالوصال صال. لا إله إلا الله ظل من لم يرضى بالقاضى الفضاء عليه لاق عيش من بعدم ذكر للفضال ضال. لا إله إلا الله إلا الله محمد رسول الله. طب بطب من طبيب حاذق داء الفؤاد طالبا طوبى بطابى طاب للأبطال طال. لا إله إلا الله ظل ظل ظلت ظل الظل لا ظل لا ظلا ظليلا ظلل الغمام في المظال ضال. لا إله إلا الله മഹനീയമായ ഈ വേദിക്ക് ആത്മീയ നേതൃത്വം നൽകി പതിനായിരക്കണക്കിന് ആളുകളെ തൻ്റെ പ്രഭാഷണത്തിലൂടെ ഇസ്ലാമികമാകുന്ന ആദർശത്തിൽ അടിയുറച്ചു നിർത്തുവാൻ വാക്ചാതുര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകലുകൊണ്ട് അനുഗ്രഹിച്ച പ്രഗൽഭ വാഗ്മി നൗഷാദ് ബാഖവി ഉസ്താദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമുന്നതരായ ഉലമാക്കളെ, ബഹുമാന്യരായ സയ്യിദവറുകളടക്കമുള്ള ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മസ്താൻ വല്യുപ്പയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടയവർ, നമ്മുടെ മഹല്ലുകളുടെ പ്രവിശാലമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ, അള്ളാഹു എവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്കേവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ യാ അർഹമർ റഹീമീൻ.
പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആദരവായ ഷഫീആയ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 49 വയസ്സും 6 മാസവും പിന്നിട്ട ഒരു റമദാനിൽ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി നബിതങ്ങൾ തന്നെ ആചരിച്ചു പോന്നിരുന്ന വർഷമാണത്. നുബുവത്ത് കിട്ടി 10ാമത്തെ വർഷം. ആ 10ാമത്തെ വർഷത്തിലേക്ക് കടന്ന് 49ാമത്തെ വയസ്സ്, അതിൽ 6 മാസം പിന്നിടുമ്പോൾ പരിശുദ്ധമായ റമദാൻ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പയാകുന്ന അബൂ ത്വാലിബ് ഈ ലോകത്തു നിന്ന് വിട പറയുകയാണ്. പ്രബലമായ അഭിപ്രായ പ്രകാരം മുത്തുനബിയുടെ മൂത്താപ്പയാകുന്ന അബൂ ത്വാലിബ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. നബിക്ക് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷണം. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി അദ്ദേഹം പരിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ആരെല്ലാം ശത്രുത വെക്കുന്നവരുണ്ടോ അവരുടെ എല്ലാവരുടെയും ശത്രുതയെ പരിപൂർണമായി കൂടെ നിന്നുകൊണ്ട് എതിർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണ വലയം തീർക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി പുറത്തു നിന്ന് സംരക്ഷിച്ച വ്യക്തിയാണ് അബൂ ത്വാലിബ്, നബി തങ്ങളുടെ മൂത്താപ്പ. അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത് പരിശുദ്ധ റമളാനിലെ 12-ാം ദിനത്തിലാണ്, 12-ന്റെ അന്നാണ്. ഹിജറ നുബുവത്ത് കിട്ടി 10ാമത്തെ കൊല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സാണല്ലോ നുബുവത്ത് കിട്ടിയത്. അതിൽ 10ാമത്തെ കൊല്ലമാണ് ഈ സംഭവം നടക്കുന്നത്. 3 ദിവസങ്ങൾ കൂടി പിന്നിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ ഈ ലോകത്തുനിന്ന് വിട പറയുക. 12-ന്റെ അന്ന് മൂത്താപ്പ മരിച്ചു. 15-ന്റെ അന്ന് ഈ ലോകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയും മരണപ്പെടുകയാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. റമളാൻ 15-നാണ് വിട പറയുന്നത്. നബിക്കത് വല്ലാത്ത ദുഃഖമായി, വിരഹമായി, മാനസികമായി വളരെ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ദുഃഖിച്ച് നിലകൊള്ളുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ടൂറാണ് അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്കുള്ള യാത്ര എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രാ മിഅ്റാജ് സംഭവം അത് നടന്നത് പരിശുദ്ധമായ റജബ് 27-നാണ്. ഈ വരുന്നതാകുന്ന ബുധനാഴ്ച രാവ്, ചൊവ്വാഴ്ച രാത്രിയിലുള്ള രാവ്, ബുധനാഴ്ച രാവാണ് ചൊവ്വാഴ്ച അസ്തമിച്ച രാവ്. ആ രാത്രിയാണ് റജബ് 27-ാം രാവ്. 27-ന്റെ അന്നത്തെ ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ വളരെ വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തി ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നവന് വളരെ പുണ്യമുള്ളതായി അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസം നോമ്പനുഷ്ഠിക്കാൻ, അഥവാ ഏപ്രിൽ 3 ഈ വരുന്ന മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു വലിയ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയിലൂടെ നൽകുകയാണ്. ചെറിയ സന്തോഷമല്ല, മാനസികമാകുന്ന ഒരു സന്തോഷം, മാനസികമാകുന്ന ഒരു പിന്തുണ അല്ലാഹു നൽകുകയാണ്. ഇതിൽ നിന്നൊക്കെ വലിയ പാഠമാണ്. ഓരോ വർഷവും ഇസ്രാ മിഅ്റാജിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ പല കാര്യങ്ങളും ഓടി വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവരൊക്കെ വളരെ വിഷമത്തിലും ദുഃഖത്തിലും ഇരിക്കുമ്പോൾ ഒരു ദുഃഖവും വിരഹവും നിൽക്കുന്നവൻ്റെ അടുക്കലേക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല ഒരു യാത്ര പോകണമെന്നാണ്, നല്ലൊരു സിയാറത്ത് യാത്ര. ഔലിയാക്കളുടെ മഖാമിലേക്ക് ഇസ്ലാമികമാകുന്ന രീതിയിൽ, അമ്പിയാക്കളുടെ മസാറുകളിലേക്ക് ഇസ്ലാമികമാകുന്ന രീതിയിൽ ഒരു സിയാറത്ത് നമ്മൾ നടത്തിയാൽ തീർച്ചയായും നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാകും, മനസ്സമാധാനമുണ്ടാകും എന്നതിലേക്കുള്ള സൂചികയാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. കാരണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാണം നടത്തുന്ന അത്തരത്തിലേക്കാണ്. മരണപ്പെട്ടു പോയതാകുന്ന അമ്പിയാക്കളുടെ ഹദ്റത്തിലേക്ക്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സ്ഥലങ്ങളിലേക്ക്, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്
അവിടുത്തെ ഖുബ്ബത്തു സഹ്റായിൽ നിന്ന് അള്ളാഹുവിൻ്റെ തിരു ഹദ്റത്തിലേക്ക് തുടങ്ങിയ സന്തോഷത്തിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ചാർട്ട് ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹറക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മുഅ്മിനേ മുഅ്മിനേ, നീ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവനാണ്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങൾ തരുമ്പോൾ, ദുഃഖങ്ങൾ തരുമ്പോൾ, നിനക്ക് മാനസികമാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അല്ലാഹുവിലേക്ക് തിരിയണേ, പടച്ച തമ്പുരാനിലേക്ക് അർപ്പിക്കണേ. നിന്റെ വിഷമങ്ങൾ മുഴുവനും അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. ആ വിഷമത്തിന് പുറകെ അല്ലാഹു ഒരു മാനസികമാകുന്ന സന്തോഷം നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തോടുകൂടിയാണ് എളുപ്പമുണ്ടാവുക. മാനസികമാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നവരെ കുടുംബങ്ങൾ ശൈഥല്യത്തിൽ പോവുകയാണ് ഉസ്താദേ, കുടുംബങ്ങൾ തകർന്നു പോവുകയാണ്, കുടുംബ ബന്ധങ്ങൾ റാഹത്താകുന്നില്ല. എൻ്റെ ഭർത്താവ് എന്നോട് പിണങ്ങി നിൽക്കുകയാണ്, എൻ്റെ ഭാര്യ എന്നോട് പിണക്കം വെച്ചിരിക്കുകയാണ്, എൻ്റെ മക്കൾ എന്നോട് സംസാരിക്കാതെ വർഷങ്ങളായി നിലകൊള്ളുന്നു എന്ന് പരാതിപ്പെടുന്നവരെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരെ, കച്ചവടം തകർന്നിരിക്കുക, നോട്ട് നിരോധനത്തിലൂടെ പ്രളയത്തിന് ശേഷമെല്ലാം തകർന്ന നിലയിലാണ് എന്ന് പറയുന്നവരെ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ, പ്രയാസം കഴിയുമ്പോൾ നിങ്ങൾക്കിതാ എളുപ്പം അല്ലാഹു നൽകുന്നതാണ്, ഒരു സന്തോഷം അല്ലാഹു നൽകും, ഉറപ്പാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, വീണ്ടും അല്ലാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും പ്രയാസത്തിന് ശേഷമാണ് എളുപ്പമുണ്ടാവുക കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടായി രണ്ട് സംഭവം. നുബുവത്തിന്റെ 10ാം വർഷമാണത് നടന്നത്. സ്വന്തം മൂത്താപ്പയുടെ വിയോഗം, ഭാര്യയുടെ വിയോഗം. ആമുൽ ഹുസ്നി എന്ന വർഷത്തിന് പേരിട്ടു നബി തങ്ങൾ, ദുഃഖത്തിന്റെ വർഷം. കാരണം രണ്ടും അടുത്തടുത്താണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മരണം നടക്കാൻ, വാപ്പ മരണപ്പെട്ടു, തൊട്ട് പിറകെ ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് ഉമ്മയും മരണപ്പെട്ടാൽ നമുക്ക് താങ്ങാൻ കഴിയൂല. പടച്ചവനെ ഒറ്റപ്പെടുകയാണോ എന്നുള്ള ചിന്ത വരും. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരും. മൂത്താപ്പ താങ്ങും തണലുമായി നിന്ന മൂത്താപ്പ മരണപ്പെട്ടു പോയി. നേരത്തെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടതാണ്. മൂത്താപ്പയാണ് താങ്ങും തണലുമായി നിന്നത്. മൂത്താപ്പ മരണപ്പെടുന്നു, തൊട്ടു പിറകെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ നിലയ്ക്കും പിന്തുണ നൽകിയിരുന്ന പ്രിയപ്പെട്ട ഭാര്യയും ഈ ലോകത്തുനിന്ന്, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയും ഈ ലോകത്തുനിന്ന് വിട പറയാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നിർത്തുന്നില്ല. ആ സമയത്തും പ്രവാചകൻ ത്വായിഫിലേക്ക് ഇറങ്ങുകയാണ്, ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ്, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. കുഫാറുകളാകുന്ന ജനങ്ങൾ, തായിഫിലെ മുശ്രിക്കീങ്ങൾ അവിടുത്തെ തെരുവ് കുട്ടികളെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിയുകയാണ്, ഹബീബായ നബി തങ്ങളെ ചീത്ത വിളിക്കുകയാണ്, ലോകത്തിന്റെ നായകനെ മുറിവേൽപ്പിക്കുകയാണ്. പിന്നീട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്, നബിയേ തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ സംഗതി ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അബൂ താലിബിന്റെ വിയോഗമല്ല, ബീവി ഖദീജയുടെ വിയോഗമല്ല, ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി തായിഫിന്റെ തെരുവോരത്തിലേക്ക് ഇറങ്ങിയപ്പോ അവിടുത്തെ തെരുവ് കുട്ടികളെ കൊണ്ട് എന്നെ കല്ലെറിയിച്ചതാണ്. ഇസ്ലാം മതം സ്വീകരിക്കണ്ട എന്ന് കുട്ടികളോട് പറയുകയും ആ കുട്ടികളുടെ കയ്യിൽ കരിങ്കല്ലിന്റെ ചീള് കൊടുത്തിട്ട് മുഹമ്മദിനെ എറിയോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അറിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരാ
ദുഃഖമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ആ കുട്ടികൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ല, ആ ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അല്ലാഹ് എന്ന പരിശുദ്ധ നാമത്തെ നാം അവരിലേക്ക് പരിചയപ്പെടുത്തിയിട്ട് അവർ തിരസ്കരിച്ചു, അവർ തിരിഞ്ഞു നിന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരാ ദുഃഖമായി അത് നിലകൊണ്ടിരുന്നു എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾക്ക് ഈ ദുഃഖങ്ങൾക്കെല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര കൊണ്ടുപോയാണ്. ഉമ്മുഹാനി എന്ന അമ്മായിയുടെ വീട്ടിൽ കിടന്നുകൊണ്ട് വിശ്രമിച്ചതാകുന്ന പ്രവാചകനെ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ വന്നുകൊണ്ട് വിളിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, വീടിന്റെ മച്ചിലൂടെ ജിബ്രീൽ ഇറങ്ങി വരുകയാണ്. എന്നോട് ജിബ്രീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ തങ്ങളൊന്ന് എഴുന്നേൽക്കണേ. പരിശുദ്ധമായ കഅബ 7 പ്രാവശ്യം ഒന്ന് പ്രദർശനം ചെയ്യണേ, ഒന്ന് തവാഫ് ചെയ്യണേ റസൂലേ. അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രവാചകനെ കൊണ്ടുപോയാണ്. ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് നബി തങ്ങൾ പോകുന്നത് പരിശുദ്ധമായ കഅബയുടെ പരിസരത്താണ്. 7 പ്രാവശ്യം അള്ളാന്റെ റസൂല് തവാഫ് ചെയ്യുകയാണ്, തവാഫ് നിർവഹിക്കുകയാണ്. റാഹത്തായി തവാഫ് നിർവഹിച്ചു. ഇതിനിടയിൽ തന്നെ ഒരു ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. സഹീഹായ ഹദീസിൽ കാണാം, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം കഴുകിയിട്ടുണ്ട്. സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ട് 3 പ്രാവശ്യം. അതിലൊന്നപ്പോഴാണ് മുഹാനിന്റെ വീട്ടിൽ നബി തങ്ങളെ വിളിച്ചു നിർത്തിയിട്ട് നബിയുടെ ഹൃദയം കീറിയെന്നാണ്, ശസ്ത്രക്രിയ നടത്തി. ഹൃദയമെടുത്തു, പുറത്തെടുത്തിട്ട് മലക്കുകൾ അത് കഴുകാൻ സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു. രക്തം പുറപ്പെടലില്ല, വേദനയില്ല, ഒരു തുന്നിക്കെട്ടോ ഒരു പരിപാടിയില്ല, ഒക്കെ പഴയ പോലെ തന്നെ ഇരിക്കും. അല്ലാഹു പ്രത്യേകമായ കഴിവ് കൊടുത്ത് മലക്കുകൾ അത് നിർവഹിക്കുകയാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാണ്. വല്ലാത്തൊരു യാത്രയല്ലേ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ, ഒരു സൂക്തത്തിന്റെ പേര് തന്നെ അള്ളാഹു വെച്ചു, ഇസ്റാ. ഇസ്റാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഹറമിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള പ്രയാണമാണ്. അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പള്ളി, ഏറ്റവും ദൂരമുള്ള പള്ളി. അൽ അഖ്സ, വിദൂരത്തുള്ള പള്ളി. അന്ന് മക്കയിൽ നിന്ന് അവിടേക്ക് എത്തുക 40 ദിവസം എടുക്കും. 40 ദിവസം എടുക്കും അവിടേക്കുള്ള യാത്ര. അത്ര ദൂരമാണ്. അത്ര ദൂരത്തുള്ളതാകുന്ന പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവാൻ രാത്രിയിൽ നിന്ന് അല്പസമയം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പരിശുദ്ധമായ ഖുർആനിലൂടെ ഇസ്രായിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ. രാത്രിയിൽ അല്പസമയം തന്റെ അടിമയെ രാപ്രയാണം നടത്തിയതാകുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്, എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അസ്റാ, സറാ, അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രയാണം നടത്തുന്നതിനാണ് ആ പദം പ്രയോഗം ഉപയോഗിക്കുക. രാത്രിയിലുള്ള യാത്രയ്ക്കാണ് ആ പദം ഉണ്ടാവുക. അറബി അറിയാവുന്നവർക്കറിയാം, അസ്റാ എന്ന പദത്തിന്റെ അർത്ഥം രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാണം നടത്തി. ആരെ? ബിഅബ്ദിഹി, അവന്റെ ദാസനെ. അബ്ദി എന്ന പദം അല്ലാഹു ഉപയോഗിക്കണമെങ്കിൽ ശരീരത്തോടു കൂടിയായിരിക്കണം, റൂഹിനെ മാത്രമായിട്ട്, അഥവാ ഒരു സ്വപ്നം കാണൽ മാത്രമല്ല എന്നർത്ഥം. അങ്ങനെ വാദിക്കുന്നവരുണ്ട്. ഇസ്രാ മിഅ്റാജൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് വാദിക്കും. ഒരിക്കലും അല്ല, സ്വപ്നമല്ല, ജസദോടുകൂടി തന്നെയാണ്. അബ്ദി എന്ന പദം പ്രയോഗിക്കണമെങ്കിൽ ജസദ് കൂടിയുള്ളതേ, റൂഹും ജസദും കൂടിയുള്ളതിനെ അബ്ദി എന്ന പദം പ്രയോഗിക്കുള്ളൂ. കാരണം ഖുർആൻ വേറെ ആയത്തുകൊണ്ട് ഉലമാക്കൾ അത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ പറയണം, ഒരുപാട് വിഷയം പറയണം, മുത്തല്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്,
അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. അല്ലാഹുവിന്റെ ദാസൻ നമസ്കരിക്കുമ്പോ ആ ദാസനെ തടയുന്നവനെ കാണുന്നില്ലയോ കാണുന്നില്ലയോ? അബൂജഹലിനെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ഹബീബായ നബിതങ്ങളെ നമസ്കരിക്കുമ്പോ ആ നബിതങ്ങളെ തടയുന്ന അബൂജഹലിനെ കാണുന്നില്ലയോ? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. അബ്ദൻ, അപ്പൊ നമസ്കരിക്കുമ്പോൾ റൂഹ് മാത്രമല്ല, ആത്മാവ് മാത്രമല്ല, പിന്നെന്തുകൂടിയുണ്ട്? ശരീരം കൂടിയുണ്ട്. ഈ ആയത്ത് വെച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നു, അതുകൊണ്ട് ബി അബ്ദിഹി എന്ന പദത്തിന്റെ അർത്ഥം റൂഹ് മാത്രം, ആത്മാവ് മാത്രം പോയെന്നല്ല, പിന്നെ ജസദ് കൂടിയുണ്ട്, ശരീരം കൂടിയുണ്ട് എന്നർത്ഥം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലാ. ലൈൽ, അല്ലൈൽ എന്ന് അലിഫും ലാമും കൊടുത്ത്, അലിഫ് ലാം കൊടുത്താൽ അതിന് മഅരിഫയാണ് അല്ലൈൽ. അപ്പൊ രാത്രി മുഴുവനും എടുത്തു എന്നർത്ഥം വരും. രാത്രി മുഴുവനും വേണം ആ യാത്ര ചെയ്യാൻ. വേണ്ട, ഇവിടെ പറഞ്ഞത് എന്താ? ലൈലൻ. അല്ലൈൽ എന്നുള്ള അലിഫ് ലാം ഒഴിച്ചിട്ട് ലൈലൻ നക്റയായി പറഞ്ഞു. നക്റയായി പറഞ്ഞാൽ അർത്ഥം മാറി. രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം, ഖലീലും മിനൽ ലൈൽ, രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ ടൈം മാത്രമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഖുർആനാണ്. ഇതൊക്കെ ഗ്രാമർ അറിയാവുന്നവർക്ക് ഉലമാക്കൾ വ്യക്തമാക്കി കൊടുക്കുന്നു, പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, അതൊക്കെ ആലിമീങ്ങൾക്കുള്ളൊരു ക്ലാസ്സാണത്. ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ജിബ്രീൽ എന്ന മാലാഖ മുഖേന റസൂലുള്ളാഹി നടത്തിയത്. അതാണ് ഇസ്റാ എന്ന് പറയുന്നത്. അതാണ് ഇസ്റാ എന്ന് പറഞ്ഞാൽ അതാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ളതാകുന്ന രാപ്രയാണം, രാത്രിയിലുള്ള കുറഞ്ഞ യാത്ര. അതേ രാത്രിയിൽ തന്നെ അവിടെ മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്തുള്ളതാകുന്ന ഖുബ്ബത്തു സഹ്റായിൽ നിന്ന് ആകാശ ലോകത്തേക്ക് പടച്ചതമ്പിന്റെ തിരുസവിധത്തിലേക്ക് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുന്നത് വരെ അതാ യാത്രയ്ക്കാണ് മിഅ്റാജ്, അള്ളാഹുവിലേക്കുള്ള യാത്ര. അത് അവിടെ നിന്ന് പിന്നീട് തുടങ്ങിയത് മിഅ്റാജ്. ഇത് രണ്ടും രണ്ടാണ്. അതാണ് അൽ ഇസ്റാഉ വൽ മിഅ്റാജ്. ഇസ്രായിനെ ആരെങ്കിലും നിഷേധിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി എന്ന് ഉലമാക്കൾ ഐക്യത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ. എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര അതൊന്നും നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറായി പോകും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മിഅ്റാജ് അങ്ങനെയല്ല. മിഅ്റാജിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ അവൻ ഒരിക്കലും കാഫിറാവുകയില്ല, അവനൊരിക്കലും അവിശ്വാസിയാവൂല, അവൻ ഫാസിഖാൻ, ഏറ്റവും വലിയ കാപട്യം നിറഞ്ഞവനാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അതെന്തുകൊണ്ട്? അതെന്താണ്? മിഅ്റാജിനെ നിഷേധിച്ചാൽ ഫാസിഖാകും, ഇസ്രായിനെ നിഷേധിച്ചാൽ ഒരിക്കലും അവൻ ഫാസിഖല്ല, അവൻ കാഫിറാകുമെന്ന് പറയാൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് ഖുർആൻ നസ്സായി പറഞ്ഞ കാര്യമാണ്. ഖുർആൻ വ്യക്തമാക്കിയത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തൻ്റെ അടിമയെ രാത്രിയിലെ രാപ്രയാണം നടത്തി എന്നുള്ളത് ഖുർആൻ ഇസ്രായിൻ്റെ സംഭവത്തെ അള്ളാഹു വ്യക്തമായി പറഞ്ഞു. മറ്റേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗോപ്യമാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്ം ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى لقد رأى من آيات ربه الكبرى أفرأيتم اللات والعزى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു ഫതദല്ലാ, അള്ളാഹുവിലേക്കാണ് അടുത്തത്, അതല്ല ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കാണ് അടുത്തത്. രണ്ടഭിപ്രായമോടെ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കി അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നർത്ഥം.
മെഹ്റാജ് നടന്നിട്ടില്ല എന്നർത്ഥത്തിലില്ല, മെഹ്റാജ് നടന്നിരിക്കുന്നു. കാരണം ഹദീസുകളിലൂടെ പ്രബലമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. മെഹ്റാജ് കഴിഞ്ഞു, അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൈനീട്ടിട്ടുള്ളത്, നിസ്കാരം കയ്യിലേക്ക് നൽകി എന്നറിയിക്കുന്ന എത്രയോ സഹീഹായ ഹദീസുകൾ കാണാൻ സാധിക്കും. പക്ഷെ ഒരുത്തൻ അതിനെ നിഷേധിച്ചു, മെഹ്റാജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ ആരായിത്തീരും? അവൻ ഫാസിഖാണ്, ഏറ്റവും വലിയ കാപട്യമുള്ളവനാണ്. ഒരിക്കലും അവൻ അവിശ്വാസിയാകൂല. അവിശ്വാസിയാകും ഇസ്രാഇനെ നിഷേധിച്ചാൽ. മക്കയിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര നിഷേധിച്ചാൽ തന്നെ അവൻ കാഫിറായി പോകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വിഷയം, ഇസ്രാഇ എന്നതാകുന്ന സംഭവം ആര് വിശ്വസിച്ചോ അവൻ ഉറപ്പായിട്ടും മെഹ്റാജ് സംഭവിക്കും, മെഹ്റാജ് സമ്മതിക്കും. കാരണം രാത്രിയിൽ എന്ന് പറഞ്ഞ് വളരെ കുറഞ്ഞ സമയം മാത്രം എടുത്തുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു എത്തിച്ചു. 40 ദിവസത്തെ വഴിദൂരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയത് എന്നൊരു വ്യക്തി അംഗീകരിച്ചാൽ അവന് പിന്നെ അവിടെ നിന്നോട്ട് അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് പോയി വരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അവനൊരു പ്രശ്നമല്ല. മുശ്രിക്കുകൾ അവിശ്വസിച്ചല്ലോ, ബൈത്തുൽ മുഖദ്ദസിൽ പോയത് പറഞ്ഞപ്പോൾ തന്നെ അവർ അവിശ്വസിച്ചു എന്നാണ്. പിറ്റേ ദിവസം നബി തങ്ങൾ പറയുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ വന്നുകൊണ്ട് പ്രഭാതത്തിൽ വന്നുകൊണ്ട് അനുയായികളോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഇന്നലെ ഇസ്റാ നടത്തി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയി, ഞാൻ അവിടെ പോയി നമസ്കരിച്ചു, ഞാൻ ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിച്ചു. കാര്യങ്ങളൊക്കെ നബി തങ്ങൾ അനുയായികളോട് പറഞ്ഞപ്പോ അനുയായികളിൽ പലരും അവിശ്വസിക്കുകയാണ്, പല മുസ്ലിമീങ്ങളും ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. മുസ്ലിമായ ആളുകൾ പോലും അവിശ്വസിക്കാണ്. കേട്ടവർ മുഴുവൻ ഇത് വെറുതെ വിടുവായിത്തം പറയാം, ഒരു മുർത്തദായി പോയി, കാഫിറായി പോയി. മുശ്രിക്കുകൾ ചോദിച്ചു, അവിടുത്തെ തൂണിന്റെ എണ്ണം എത്രയാ പറയിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ അല്പസമയമാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തൂണുകൾ റസൂലുള്ള എണ്ണി നോക്കിയിട്ടില്ല. തൂണുകളൊന്നും എണ്ണി വെക്കാൻ സമയമില്ല. നമ്മളിപ്പോൾ ഒരു മക്കാമ് വന്നു, ഇപ്പോൾ മക്കാമിനകത്ത് എത്ര തൂണുണ്ടെന്ന് ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ? സ്ഥിരമായി അവിടെ വരികയും പരിചയപ്പെടുകയും ചെയ്യുന്നവനല്ലേ അതിൻ്റെ തൂണുകളുടെ എണ്ണം, അവിടെ കുബ്ബ എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞവൻ പറയാൻ പറ്റുള്ളൂ. പെട്ടെന്നുള്ള ചോദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാ. നബി തങ്ങൾ അപ്പോൾ തൂണിൻ്റെ എണ്ണം പറഞ്ഞു കൊടുത്തു, കറക്റ്റ് ഇത്ര എണ്ണം ഉണ്ട്. അവർ തകർന്നുപോയി, ചോദ്യകർത്താവ് തകർന്നുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം നൽകുകയാണ്. നബിയുടെ ഒരു മുഅ്ജിസത്താണ് ഇസ്റാ, അംറുൻ ഖാരിഖുൽ ലിൽ ആദ. സാധാരണ നടക്കുന്നതിന് സംഭവവികാസത്തിന് എതിരായിട്ടുണ്ടാകുക. അമ്പിയാക്കളിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് മുഅ്ജിസത്ത് എന്ന് പറയും, ഔലിയാക്കളിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് കറാമത്ത് എന്ന് പറയും. വരവൂർ മസ്താനുപ്പയുടെ ഹദ്റത്തിൽ വന്നിട്ട് എത്രയോ ആളുകൾ ദുആ ചെയ്തിട്ട് എത്രയോ ആളുകളുടെ അഭിലാഷങ്ങൾ പൂവണിഞ്ഞിട്ടുണ്ട്, എത്രയോ കറാമത്തുകൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നടമാടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് അവരോട് വീണ്ടും വിശ്വാസവും താല്പര്യവും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്നതിന് കറാമത്ത്, അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്നതിന് മുഅ്ജിസ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ് സംഭവം. നബി തങ്ങൾ രാവിലെ വന്ന അനുയായികളോട് പറഞ്ഞു, അവിശ്വസിക്കുന്നു. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു യാത്ര കഴിഞ്ഞു വരുന്നത്. അന്ന് ബഹുമാനപ്പെട്ടവരുടെ പേര് അബൂബക്കർ എന്ന് മാത്രമാണ്. സിദ്ദീഖ് എന്ന പേര് കിട്ടുന്നത് ഈ ഒരൊറ്റ സംഭവത്തോടു കൂടിയാണ്, ഇസ്റാ മിഅ്റാജ് സംഭവം വാസ്തവീകരിച്ചതോടുകൂടിയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ പല ആളുകളും അവിശ്വസിക്കുകയാണ്. ആ സമയത്താണ് യാത്ര കഴിഞ്ഞ് അബൂബക്കർ നാട്ടിലേക്ക് കടന്നു വരുന്നത്. അബൂബക്കറിനെ എങ്ങനെയെങ്കിലും അവിശ്വസിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് മുശ്രിക്കുകളാകുന്ന ആളുകൾ കടന്നു ചെല്ലുകയാണ്. അബൂബക്കറേ, നിന്റെ നേതാവ് മുഹമ്മദ് ഇതാ പുതിയ വാദവുമായി വന്നിരിക്കുകയാണ്. അവൻ അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നു, ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്ന് വിടുവായത്തം പറയുകയാണ്. അബൂബക്കർ ഉടനെ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറയുന്നുണ്ടോ? എന്നാൽ ഞാൻ വിശ്വസിച്ചു, സദഖതു, ഞാൻ പരിപൂർണമായി വിശ്വസിച്ചു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഈ വർത്തമാനം എത്തുകയാണ്. അബൂബക്കർ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഹുവ സിദ്ദീഖ്. അബൂബക്കർ അല്ല, അബൂബക്കറിന്റെ പേര് ഇനി മുതൽ സിദ്ദീഖാണ്. സിദ്ദീഖാണ്, ഏറ്റവും വലിയ വാസ്തവം വെക്കുന്നതാണ് അവൻ, ഏറ്റവും സത്യസന്ധനാണവനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളാണ് ആ പേര് വെച്ചത്. പിന്നെ ലോകത്ത് ഇന്ന് വരെ
ആര് പറഞ്ഞാലും അബൂബക്കർ എന്ന് മാത്രം നമ്മുടെ നാവി വരൂല, അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞാലേ ഉള്ളൂ നമുക്ക് പൂർണ്ണതാവുള്ളൂ. അങ്ങനെ ആയിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു മുഅ്മിനീങ്ങളുടെ നാവിൽ അങ്ങനെ മാറ്റി എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. നബിയുടെ ചാരത്ത് അടങ്ങിയിട്ടുള്ളത് മനസ്സിലാക്കണം. ഇപ്പോഴും എവിടെ അവിടെ നിന്ന് ഉറങ്ങുന്നത്? അള്ളാഹിന്റെ റസൂലിന്റെ ഹളറത്തിൽ. ഇതിൽ മുക്കൽ വലിയ സൗഭാഗ്യം വേറെ വേണം. മനസ്സിലായിക്കാം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാസ്തവീകരിച്ചു, നബിയെ സന്തോഷപ്പെടുത്തി. നബിക്ക് വലിയൊരു സന്തോഷമാണ്. ജനങ്ങളൊക്കെ അവിശ്വസിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ വിശ്വസിച്ചെന്ന് പറയാം. കേട്ട ഉടനെ പറഞ്ഞേച്ച് നബി പറയല്ല, ആളുകൾ പറഞ്ഞത് കേട്ടാ. മുശ്രിക്കീങ്ങൾ പറഞ്ഞപ്പോൾ അവരോടി വന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും അബൂബക്കർ പിഴയ്ക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അബൂബക്കർ അവിശ്വസിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞ ഉടനെ അബൂബക്കർ പറഞ്ഞു ഞാനത് വിശ്വസിച്ചു. നബി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചു, ഓക്കെയാണ്, എനിക്ക് വിശ്വാസമുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവരുടെ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ അപ്പം തന്നെ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചു, ഉടനടി പറയാണ്, ഉടനടി മറുപടി കൊടുത്തു. അതാണ് അബൂബക്കർ അസ്-സിദ്ദീഖ് എന്ന നാമത്തിന് അർഹനായത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി തങ്ങളെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഞാനവിടെ ബഹുമാനപ്പെട്ട മൂസാ നബിയെ കണ്ടു, ഖബറിൽ നമസ്കരിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. സ്വഹീഹായ ഹദീസാണിത്. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി. ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, ഇതൊക്കെ മനസ്സിലാക്കണം. ഇസ്രാ മിഅ്റാജ് സംഭവമൊക്കെ നമ്മൾ അറിയണം. പുസ്തകങ്ങളിലൂടെ അല്ല, നമ്മൾ കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിസ്സാര കാര്യമല്ല ഇതൊക്കെ. ഈ മാസത്തിലല്ലേ നടന്ന് റജബ് 27 ഇതാ വരുന്നതാകുന്ന അടുത്ത ദിവസമാണ്, നോമ്പ് പിടിക്കേണ്ട ദിവസമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചൊവ്വാഴ്ച രാവാണ്, വരുന്ന ചൊവ്വാഴ്ച രാവ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി. മൂസയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അദ്ദേഹം തന്റെ ഖബറിൽ നമസ്കരിക്കുകയാണ്. ഇന്ദ കസീബിൽ അഹ്മർ. മൂസയുടെ ഖബർ എനിക്കറിയാം, ആ ചുവന്ന കുന്നിന്റെ ചുവട്ടിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കറിയാം ഞാൻ മൂസയെ നിസ്കരിക്കുന്നത്, ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അങ്ങോട്ട് പ്രയാണമാണ്. പരിശുദ്ധമായ ഖുബ്ബത്തു സഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു. നിസ്കാരത്തിന് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തിന് പിന്നിൽ അമ്പിയാക്കളെ മുഴുവനും അള്ളാഹു അണിനിരത്തുകയാണ്. ഏത് ഈ പറഞ്ഞ മൂസാ നബി വരെ പിന്നെ നബിയുടെ കയ്യിൽ പിന്നിൽ വന്ന് നിസ്കരിക്കുക. ഇത് കഴിഞ്ഞ ഉടനെ നബി പള്ളിയിലെത്തി. അവിടെ വരുമ്പോഴത്തേക്കും മൂസാ നബി അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ അമ്പിയാക്കളും നമസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിൽക്കുകയാണ്. എന്താ അത് സംഭവം? ആദരവ് കൊടുക്കാൻ നബിക്ക്. എല്ലാ അമ്പിയാക്കളുടെയും നേതൃത്വമാണ് നിങ്ങൾ. നബിക്കൊരു ആദരവാണത്. അതിനാണ് അമ്പിയാക്കളെ മുഴുവൻ പിന്നിൽ നിർത്തി നബി ഇമാമത്ത് നിർത്തുന്നു. ചീഫ് ഇമാം പദവി കൊടുത്തു, നബി നിസ്കരിക്കുന്നു. മനസ്സിലാക്കണം. നമ്മൾ ഒരു ആദരവ്, ഒരു ശാളണീക്കുന്നതിന് തുല്യമാണത്. അമ്പിയാക്കളെല്ലാം പിന്നിൽ നിർത്തി നബിതങ്ങളും മെയിനായിട്ട് നിർത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ബുറാഖിൽ യാത്ര കൊണ്ടുപോയാണ്. ഒരു മൃഗമാണത്. ബുറാഖ് എന്ന് പറഞ്ഞ ഒരു മൃഗമാണ്, ഒരു വാഹനം തയ്യാറ് ചെയ്തിരിക്കാൻ. കഴുതയേക്കാൾ അല്പം വലിപ്പം കൂടുതലുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോബർ കഴുതയേക്കാൾ അല്പം വലിപ്പം കുറഞ്ഞിട്ടുള്ളത്. അതുമായി ഇടപഴകൽ കൂടുതൽ അതിനെപ്പറ്റി അറിയുള്ളൂ. നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. അതിൻ്റെ കോലം, അതിൻ്റെ രൂപം. അത് യാത്ര പോവാണ്. എന്തൊരു യാത്രയാണ്, ഭയങ്കര യാത്രയാണ്. അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തി. ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വീണ്ടും ബുറാഖ് എന്ന വാഹനത്തിൽ വീണ്ടും പോകുന്നു. അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് പോവാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റിയിരുത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നയിക്കുകയാണ്. ഒന്നാം ആകാശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മഹാനായ ആദം നബി അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. വാതിൽ തുറക്കാൻ ജിബ്രീൽ ആവശ്യപ്പെടുകയാണ്. ആരാണ്? പറയുകയാണ് ജിബ്രീലാണ്. വമമ്മഅക, നിന്റെ കൂടെ ആരാണ്? യമഈ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ കൂടെ മുഹമ്മദുണ്ട്. വാതിൽ തുറക്കുകയാണ്. തുറക്കുമ്പോൾ കാണുന്നത് ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാം.
മർഹബാ ബിൻ നബി സാലിഹ് വൽ ഇബ്നി സാലിഹ്. സാലിഹായ പ്രവാചകരല്ലയോ കടന്നു വരണേ, സാലിഹായ മകനല്ലയോ കടന്നു വരണേ, സ്വാഗതം. വാപ്പ സ്വാഗതം ഓതുകയാണ്. രണ്ടുപേരാണ് ആകാശലോകത്ത് കാത്തു നിന്നിട്ട് മകനെ കടന്നുവാ, പ്രവാചകരെ കടന്നുവാ എന്ന് മകനെയും കൂടി ചേർത്ത് വിളിച്ചത് രണ്ടുപേരാണ്. ഒന്ന് ഒന്നാം ആകാശത്തിൽ ആദം നബിയും ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാരണം രണ്ടുപേരുടെ മക്കളാണ്. ആദം നബി പ്രഥമ മനുഷ്യൻ എന്ന പരിഗണനയിൽ, മറ്റേത് പരമ്പരയിൽ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിന്റെ പരമ്പരയിലാണ് ആര് വന്നിട്ടുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വർക്ക പറയും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ളത്. ഒന്നാം ആകാശത്തേക്ക് ചെല്ലുമ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഗതം അരുളുകയാണ്, സ്വാഗതം ചൊല്ലുകയാണ്. രണ്ടാം ആകാശത്തേക്ക് വീണ്ടും യാത്ര തിരിക്കുകയാണ്. 7 ആകാശങ്ങൾക്കപ്പുറമല്ലയോ കടന്നു പോകേണ്ടത്. രണ്ടാം ആകാശത്തേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇസ്തഫ്തഹിൽ ബാബാ, വാതിൽ തുറക്കണേ, വാതിൽ തുറക്കണേ. ചോദിക്കുകയാണ്, ആരാണ് നീ? പറയുകയാണ്, ജിബ്രീലാണ്, ജിബ്രീലാണ്. വമഅക, നിന്റെ കൂടെ ആരാണ്? മുഹമ്മദാണ്, മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഖദ് ബുഇസ ഇലൈഹി, അവനിലേക്കാണോ നിന്നെ നിയോഗിക്കപ്പെട്ടത്? അതേ, ബുഇസു ഇലൈഹി, എന്നെ നിയോഗിക്കപ്പെട്ടത് അവനിലേക്കാണ്, അവനിലേക്കാണ്. അപ്പോൾ വാതിൽ തുറക്കുകയാണ്, നബി തങ്ങൾ കടക്കുകയാണ്, കടക്കുകയാണ്. അപ്പോഴാണ് സ്വാഗതമരുളുന്നത് സയ്യിദുനാ ഈസാ വ സയ്യിദുനാ സക്കരിയാ. രണ്ടാം ആകാശത്ത് സ്വാഗതം അരുളുകയാണ്. ബാ ബാ കേറി വാ. മർഹബാ ബിൻ നബി സാലിഹ്, മർഹബാ ബിൻ നബി സാലിഹ്, മർഹബാ ബിൻ നബി സാലിഹ്. സാലിഹായ നബിയല്ലയോ, പ്രവാചകരല്ലയോ, കടന്നു വരണേ, കടന്നു വരണേ, സ്വാഗതമാണ്, സ്വാഗതമാണ്. ആകാശത്ത് കൊണ്ടുപോവാൻ നബിതങ്ങളെ. എന്ത് സന്തോഷമായിരിക്കും. നമ്മളിങ്ങനെ വരുമ്പോൾ ഓരോരുത്തരിങ്ങനെ കൈ തന്നിട്ട് ഷെയ്ക്കാൻ തന്നിട്ട് ഇങ്ങനെ മുസാഫഹത്ത് ചെയ്ത് പോകുമ്പോൾ അവർക്കൊരു ആനന്ദം ഉണ്ടാവും, മനസ്സിനൊരു. മോമിനികൾ പരസ്പരം കൈക്ക് പിടിക്കുന്നു. അൽ മുഅ്മിനു ഇൽഫുൻ അലൂഫുൻ ലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യുലഫ്, സയ്യിദുനാ റസൂലുള്ളാഹി. മോമിനികൾ പരസ്പരം ഇണങ്ങിച്ചേരേണ്ടവരാണ്. ഇണങ്ങിച്ചേരാത്തവരും അതിന് താല്പര്യം വെക്കാത്തവർക്കും ഒരു ഖൈറില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര കൊണ്ടുപോകാൻ നബിതങ്ങളിങ്ങനെ ഓരോരുത്തർ സ്വാഗതം ചെയ്യും, അതും പ്രവാചകന്മാർ. ഭയങ്കര സന്തോഷം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. മൂന്നാമത്തെ കവാടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാത്തു നിൽക്കുന്നത് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. കവാടം തുറക്കാൻ ചോദിക്കുമ്പോ മലക്കുകൾ, അവിടെയുള്ള കാവലിന്റെ മലക്കുകൾ ചോദിക്കുന്നു, ആരാണ്? ജിബ്രീലാണ്, കൂടെയുള്ളത് ആരാണ്? മറുപടിയെല്ലാം നൽകി വാതിൽ തുറന്നപ്പോ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, മർഹബാ ബിൻ നബി സാലിഹ്. വീണ്ടും അവിടെ നിന്ന് നാലാമത്തെ കവാടത്തിലേക്ക് ചെല്ലുകയാണ്. നാലാം ആകാശത്തിൽ കാത്തു നിൽക്കുന്നത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവിടെ അതാ അടുത്ത പ്രവാചകനാ സയ്യിദുനാ ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം. നാലാമത്തെ കവാടം. സ്വഹീഹായ ഹദീസ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. 40 സ്വഹാബികളാണ് ഇസ്രാ മിഅ്റാജ് സംഭവം റിവായത്ത് ചെയ്തിട്ടുള്ളത്. 40 സ്വഹാബികൾ. വേറെ ഒന്നിൽ കാണാൻ 45 പേരുണ്ട്. 45ഓളം ആളുകൾ അവർ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഒരിക്കലും കളവാക്കാൻ പറ്റൂല എന്നർത്ഥം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വാഗതമരുളോയാണ്. 5ാമത്തെ ആകാശത്തിൽ കാത്തു നിൽക്കുന്നത് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ജ്യേഷ്ഠനല്ലയോ ഹാറൂൻ നബി അലൈഹിസ്സലാം. 5ാം ആകാശത്ത് കാത്തു നിൽക്കുകയാണ്. മർഹബാ മർഹബാ, സ്വാഗതം ചൊല്ലി അള്ളാന്റെ റസൂലിനെ ക്ഷണിക്കുകയാണ്.
ആറാനാകാശത്ത് വീണ്ടും കാത്തു നിൽക്കുന്നത് ആരാണ്? മഹാനായ സയ്യിദുനാ മൂസ. ഈ മൂസയാണ് നബിതങ്ങൾ കണ്ടത്. ഭൂമിയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ കണ്ടത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ടവരെ ഖബറിൽ നമസ്കരിക്കുന്നത് കാണുകയാണ്. എന്നിട്ട് ആകാശത്തെത്തിയപ്പോൾ അവിടെ ഉണ്ട് ആറാൻ ആകാശത്താര് സയ്യിദുനാ മൂസ. ഉറക്കെ പറഞ്ഞു അലൈഹിസ്സലാം. ആള് നിസ്സാരക്കാരനല്ല, സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. ആറാൻ ആകാശത്ത് നബിയെ സ്വാഗതം ചെയ്യാ. ബാ ബാ കേറി വാ. മർഹബാ മർഹബാ ബിന്നബി സ്വാലിഹ്. വീണ്ടും നബിതങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ആറാൻ ആകാശം കഴിഞ്ഞ് ഏഴാൻ ആകാശത്തേക്ക് ചെല്ലുമ്പോ അവിടെ അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മർഹബാ ബിന്നബി സ്വാലിഹ് വല്ലിബ്നി സ്വാലിഹ്. സ്വാഗതം മോനെ, സ്വാഗതം പ്രവാചകരെ, കടന്നു വരിക കടന്നു വരിക കടന്നു വരിക. എല്ലാവരും സ്വാഗതം ചൊല്ലാൻ. നബിതങ്ങൾ ദുഃഖത്തിൽ നിലകൊണ്ട പ്രവാചകൻ ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ? ഭയങ്കര ഒരു ടൂറായി പോയി നബി നടത്തിയത്. ഭാര്യ മരണപ്പെട്ടു, മൂത്താപ്പ മരണപ്പെട്ടു. തായിഫിലെ തെരുവോരത്തിലെ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞ് നബിതങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച സമയത്താണ് നബിതങ്ങളെ കൊണ്ടുപോകുന്നത്. വല്ലാത്തൊരു പ്രയാണമായി പോയി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകാൻ. അഖ്തറേ ശാം കി ആതി ഹേ ഫലക് സേ ആവാസ് സജദ करती है जिसे सहर वो है आज की रात रहे एक गाम है हिम्मत के लिए अर्शे बरी कह रही है ये मुसलमान से मेराज की रात. അല്ലാമ ഇഖ്ബാൽ ഈ രാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അഖ്തറേ ശാം കി ഫലക് സേ ആവാസ്. ആകാശത്തുള്ളതാകുന്ന സർവനക്ഷത്രങ്ങളും തിളങ്ങുകയാണ്, വെട്ടിത്തിളങ്ങുകയാണ്, മിന്നിത്തിളങ്ങുകയാണ്. സന്തോഷം കൊണ്ടാണ് ഹബീബാണ് കടന്നു വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് ആകാശത്തുള്ള സർവനക്ഷത്രങ്ങളും വെട്ടിത്തിളങ്ങുകയാണ്. സജദ കർത്തി ഹേ ജിസേ സഹർ വോ ഹേ ആജ് കി രാത്. ഏതൊരു പകലാണോ രാത്രിയുടെ മുന്നിൽ തലകുനിച്ചിട്ടുള്ളത്, അത് ഈ രാത്രി മാത്രമാണ്. അത് ഈ പരിശുദ്ധമായ മെഹറാജിന്റെ രാവാണ്. സജദ കർത്തി जिसे सहर वो है आज की रात. ഏതൊരു പകലിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുള്ള ഏതൊരു രാവുണ്ടോ അത് പരിശുദ്ധമായ മെഹറാജിന്റെ രാവാണ്. रहे एक गाम है हिम्मत के लिए अर्शे बरी कह रही है ये मुसलमान से मेराज की रात. അള്ളാഹുവിലേക്ക് ഒരു പാദം കാലുകൊണ്ട് അടുക്കാൻ തുനിയുന്നവൻ, ഒരു കാൽവെപ്പ് കൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കുന്നവൻ, അള്ളാഹു അവനിലേക്ക് നടന്നെടുക്കുകയാണ്. അള്ളാഹുവിലേക്ക് ഓടുന്നവനിലേക്ക് അള്ളാഹു പടച്ച നമ്പുരാൻ കൂടുതൽ അടുക്കുകയാണ്. ഒരു ചാണുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നവരുണ്ടോ, അള്ളാഹു ഒരു മുഴമായി അവനിലേക്ക് അടുക്കുകയാണ്. അള്ളാഹുവിലേക്ക് എത്രമാത്രം നമ്മൾ അടുക്കുന്നോ അള്ളാഹു അതിനേക്കാൾ ഇരട്ടി റബ്ബിലേക്ക് നമ്മളിലേക്ക് അടുക്കും. അങ്ങനെയാണ്. നമ്മൾ നടന്നെടുത്താൽ അള്ളാഹു ഓടി വരും. നമ്മൾ റബ്ബിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴമെടുക്കും. ഹദീസുണ്ട് ഇതൊക്കെ. അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ അങ്ങനെയാണ്. കൂടുതൽ റബ്ബ് നമ്മളെ അടുക്കാൻ ഇഷ്ടപ്പെടുകയാണ്. നമ്മൾ റബ്ബിലേക്ക് കുറഞ്ഞെടുക്കുമ്പോൾ റബ്ബ് കൂടുതൽ എടുക്കും. വീണ്ടും കുറച്ചുകൊണ്ട് എടുക്കുമ്പോൾ വീണ്ടും റബ്ബ് നമ്മളിലേക്ക് കൂടുതൽ എടുക്കും. അടുത്ത് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ രുചി അറിയുക. وبت ترقى إلى أن نلت منزلتا من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم
لم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും ആലമുൽ മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് എത്തുകയാണ്. പ്രകാശത്തിന്റെ വലയത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ജിബ്രീൽ പറയുകയാണ്, നബിയേ ഹത്താ ലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ശിഫി സത്തിഹി റോബാ ഫവദ്ദഹാ وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ഹബീബായ നബി തങ്ങളെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വന്നാൽ എൻ്റെ ചിറകുകൾ കരിയുകയാണ്. എനിക്കിനി അങ്ങോട്ട് പ്രവേശനമില്ല റസൂലേ, ഇനി തങ്ങൾക്കുള്ള യാത്രയാണ്. തങ്ങൾ അല്ലാഹുവുമായിട്ട് കാണണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് എത്തുകയാണ്. ആ പടച്ച തമ്പുരാൻ നബി തങ്ങളുമായി സംസാരിക്കുകയാണ്. ആ സംസാരത്തിനൊടുവിൽ അല്ലാഹു നൽകിയതാണ് പരിശുദ്ധമായ നമസ്കാരം. പരിശുദ്ധമായ നമസ്കാരം അല്ലാഹു മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയുമോ? നീ റബ്ബിനെ കണ്ട വ്യക്തിയാണ്. നിന്റെ അടിമകളാകുന്ന അഥവാ മുഅ്മിനീങ്ങളാകുന്ന മനുഷ്യർ എന്നെ കാണണമെന്ന് കൊതിക്കുന്നവരുണ്ടോ? അവർ ഈ നമസ്കാരം നിലനിർത്തണേ. മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിൾ അല സ്വലവാതിൽ ഖംസ. ആരൊരുവൻ 5 വഖത്ത് നമസ്കാരം നിലനിർത്തുന്നുണ്ടോ അവൻ തീർച്ചയായും അല്ലാഹുവിനെ കാണുന്നതാണ്. മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജൽ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഫൽയുഹാഫിൽ അല സ്വലവാതിൽ ഖംസ, 5 വഖത്ത് നമസ്കാരം അവൻ നിലനിർത്തണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമസ്കാരം 5 വഖത്ത് നിലനിർത്തിയാൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇത് അള്ളാഹുവിനെ കണ്ട ഒരു അടിമയ്ക്ക് അള്ളാഹു കൊടുത്തതാണ് ഈ നിസ്കാരം. പടച്ച തമ്പുരാനെ നേരിട്ട് കണ്ടു. അവൻ നബി കൊടുത്തൊരു സമ്മാനമാണ് ഈ നിസ്കാരം. എന്തിന്? നീ കണ്ടതുപോലെ ഒരു മറയില്ലാതെ ഹുജുബില്ലാതെ രീതിയിൽ എന്നെ കാണണമെങ്കിൽ ഈ നമസ്കാരം നിലനിർത്തിയാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാണുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും കാണും. ഹദീസ് ഉണ്ടല്ലോ, എത്രയോ ഹദീസുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നകും സതറൂന റബ്ബക്കും കമാ തറൂന ലൈലത്തൽ ബദ്രി കമാ തറൂനൽ ഖമറ ലൈലത്തൽ ബദ്രി. 14 ചന്ദ്രൻ ഉദിച്ചതാകുന്ന ചന്ദ്രനെ 14 രാവിൽ നീ ദർശിക്കുന്നത് പോലെ റാഹത്തായ നിലയിൽ അള്ളാഹുവിനെ നിന്റെ കണ്ണുകൊണ്ട് കാണുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർച്ചയായും അള്ളാഹുവിനെ കാണും, ഉറപ്പാണ്. കാണണമെങ്കിൽ എന്ത് വേണം? ഈ ദുനിയാവിൽ നമസ്കാരം കൃത്യത വെക്കണം. ഒരൊറ്റ വഖത്ത് ഒഴിയാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒറ്റ വഖത്ത് ഒഴിയാൻ പാടില്ല. ജമാഅത്ത് കൃത്യമായി വെക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അനാവശ്യ ഭാഷണങ്ങൾ ഒഴിവാക്കി, സംസാരങ്ങൾ ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കി. എന്തിനാണ് നമ്മുടെ സമയങ്ങളെ വെറുതെ കൊന്നുകളയുന്നത്? മോശമായ ശൈലിയിൽ എത്ര ആളുകളുണ്ട് ലഹരി നുണഞ്ഞും വ്യഭിചരിച്ചും സമയങ്ങളെ വെറുതെ അനാവശ്യമായി കൊന്നുകളയാൻ, അനാവശ്യമായി തള്ളിക്കളയാൻ. ജീവിതത്തിൽ ഒരു സുഹൃതവുമില്ല, നന്മയുമില്ല. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാന്റെ റസൂലിനോട് ഒരനുയായി ചോദിച്ചതിന്റെ മറുപടിയായി നബി തങ്ങൾ നൽകുകയാണ്, മാ അവ്വലുമായ ഉഖുലു അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികൾ ആദ്യം കഴിക്കുന്നത് എന്താണ് റസൂലേ? അള്ളാന്റെ റസൂല് മറുപടി നൽകുകയാണ്, കബ്ദുൽ ഹൂത്. സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് എന്താണ്? ഒരു മക്കാൻ വരുമ്പോൾ നല്ല ബീഫ് റോസ്റ്റും അല്ലേ, നല്ല
ബീഫ് കറിയും നല്ല നെയ്ച്ചോറും അല്ലേ? അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആരെല്ലാം അതിനുവേണ്ടി സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി പരിശ്രമിച്ചവരുണ്ട്, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സർവോപരി നമ്മളൊക്കെ ലക്ഷ്യം കണ്ട മസാനുപ്പയുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെയൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് എന്താ? നബി തങ്ങളോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാണ്, കബ്ദുൽ ഹൂത്ത്, നല്ല മത്സ്യത്തിന്റെ കരളാണ്, കരൾ റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദേ മീൻ വേണ്ട, മീൻ നമുക്ക് വലിയ വിഷമമാണ്, നമുക്ക് മട്ടനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ മതിയെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. സ്വർഗത്തിലെ ഫുഡാണിത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇന്ന് വരെ കഴിക്കാത്ത മീനായിരിക്കും, അതിൻ്റെ കരൾ റോസ്റ്റ് ചെയ്തിട്ട് തരും. സ്വർഗത്തിലെ ആദ്യത്തെ ഭക്ഷണം അതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്ക ആമീൻ പറയും. എന്താ ആമീനൊരു കട്ടി കുറവ്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല ഈമാൻ വരട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യത്തെ ഭക്ഷണം അതാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫിൽ ജന്നതി അൽഅക്ലു വശുർബു യാ ഹബീബല്ലാഹ്, സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ റസൂലേ, സ്വർഗത്തിൽ പാനീയമുണ്ടോ ഹബീബേ? സ്വർഗത്തിൽ ഫുഡുണ്ടോ? അത് വലിയൊരു ആശ്ചര്യമായി പോയി. നബി തങ്ങൾ പറയുകയാണ്, അസിയത മിനദ് ദുനിയാ, ഈ ദുനിയാവിനേക്കാൾ അധികമാണ്, അധികമാണ്. ഈ ദുനിയാവിൽ നീ 3-4 നേരമായിരിക്കും കഴിക്കുക. സ്വർഗത്തിൽ അങ്ങനെയല്ല, എപ്പോഴും തന്നെ പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. തീറ്റയും കൂടിയും തന്നെ എപ്പോഴും നല്ല റാഹത്തായിട്ട് നിനക്ക് എന്ത് ഇഷ്ടമുള്ള ഫുഡുണ്ടോ അതവിടെ പറഞ്ഞാൽ മതി, സ്വർഗത്തിൽ അത് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നാ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ഈ ദുനിയാവിൽ എത്ര ക്ലേശം നീ സഹിച്ചാലും അള്ളാഹു നിനക്ക് സ്വർഗം നൽകുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ സഹോദരാ വിഷമിക്കുന്നത്? ഈ ദുനിയാവിൽ നീ സാമ്പത്തികമായി തകർന്നു പോയവനാണ്, കച്ചവടം ഇല്ല, കുടുംബപരമായി പ്രശ്നം, എല്ലാ നിലയ്ക്കും മാനസികമായി പ്രശ്നത്തിലൊക്കെ നീ നിലകൊണ്ടു. പക്ഷേ ഇതൊക്കെ നീ സഹിച്ചു ക്ഷമിച്ചു നിലകൊണ്ടാൽ നാളെ നിനക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പായാൽ പിന്നെ നീ എന്തിന് വിഷമിക്കണം, നീ എന്തിന് ദുഃഖിക്കണം? അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ ദുനിയാവിനേക്കാൾ ഫുഡുണ്ട് സ്വഹാബ, ദുനിയാവിനേക്കാൾ ഭക്ഷണം അധികമാണ്. ഉടനെ സ്വഹാബത്ത് നബിയോട് വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, സ്വർഗത്തിൽ ഭക്ഷണം കഴിച്ചാൽ അതഗവതൂൻ വയബൂലൂൻ, കാഷ്ടിക്കേണ്ടി വരികയില്ലയോ, മൂത്രിക്കേണ്ടി വരികയില്ലയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ, സ്വർഗത്തിലെ ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കേണ്ടതില്ല, മൂത്രിക്കേണ്ടതില്ല. വീണ്ടും സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, ഫകൈഫ തഖ്റുജു ബഖിയത്തും മിൻഹും, അവരിൽ നിന്നുള്ളതാകുന്ന അവശിഷ്ടങ്ങൾ പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫയതറഖൂൻ, സ്വർഗാവകാശികൾ വിയർക്കുമത്രേ, അവരുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്നത്. ഫകാന റഖുഹുൽ മിസ്കു, അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി.
ഈ ദുനിയാവിൽ നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഇടൂല, പ്രത്യേകിച്ച് ഈ സമയത്ത് ചൂട് കൊണ്ട് വല്ലാത്ത ദുർഗന്ധമായിരിക്കും. പക്ഷെ അവിടെ വെച്ച് ഇങ്ങനെ വിയർക്കും, നല്ലതുപോലെ വിയർക്കും. ഭക്ഷണം എത്ര കഴിക്കുന്ന അതിനനുസരിച്ച് വിയർക്കും. പക്ഷെ വിയർപ്പിന് നല്ല കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. തൊട്ടപ്പുറത്തെ റൂമിലുള്ളവൻ്റെ റൂമിൽ നല്ല കസ്തൂരിയുടെ സുഗന്ധം വരും, മനസ്സിലാക്കാം ഓ നല്ല ഫുഡ് അടിക്കുകയാണെന്ന് മനസ്സിലാക്കാം. അതാണ് സ്വർഗത്തിൽ. നല്ല ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ വിയർക്കുക, വിയർക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല സുഗന്ധം, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് വരിക. സയ്യിദുനാ റസൂലുള്ളാഹി. മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും ഒന്നുമില്ല, അതൊക്കെ ദുനിയാവ് കൊണ്ട് ക്ലോസ്. സ്വർഗത്തിലെ അവസ്ഥ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ നിലകൊള്ളാൻ സ്വർഗത്തിൽ അങ്ങനെ ആർത്തട്ടഹസിച്ച് നല്ല റാഹത്തായ നിലയിൽ നല്ല രീതിയിൽ സുഖിച്ചും രസിച്ചും മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മുഖേന ചോദിക്കും, അത്രീദൂന ശൈഅൻ നസിയദ മിൻ ഹാദാ, ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ? അള്ളാഹു ചോദിക്കാൻ. എല്ലാ നിലയ്ക്കും നല്ല റാഹത്താണ്, ഒരു പ്രശ്നവുമില്ല. നല്ല ഭക്ഷണം, നല്ല റാഹത്ത്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, ഒരു കുറവുമില്ലാത്ത നിലയ്ക്ക് സ്വർഗത്തിൽ കഴിയുന്ന ഓരോരുത്തർക്കും അവൻ കരുതും, പടച്ച റബ്ബേ എനിക്കാണ് ഏറ്റവും വലിയ സൗകര്യമുള്ളത് എന്ന് കരുതും. 1000 പേരെ അവന് തന്നെ ഖിദ്മത്തെടുക്കാൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഏറ്റവും താഴത്തെ തട്ടിക്കടക്കുന്ന വ്യക്തിക്ക് 1000 പേരുണ്ടാവും, ഖാദിമീങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും താഴത്തെ തട്ടിൽ അവന് തന്നെ തോന്നും, പടച്ചവനെ ഞാനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിന്നും തോന്നും. ആ രീതിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ ദുനിയാവിൽ ഒരു സൂട്ട് റൂമിൽ ഒരു 3000 രൂപയുടെ റൂമിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളൊരു കൊല്ലോ നല്ല റാഹത്ത് ഇവിടെ തന്നെ കൂടിയേക്കാം എന്ന് കരുതും, അല്ലേ? നമുക്കത് തന്നെ കാണുമ്പോൾ വലിയ സംഭവമായിരിക്കും. ഒരു 10000 രൂപയുടെ റൂമിൽ നമ്മളൊന്നും കൂടി ഭയങ്കരമായിരിക്കും, ഭയങ്കര റാഹത്ത് എന്ന് കരുതും. ഇതൊന്നും ഇതൊക്കെ നമ്മൾ സൃഷ്ടിച്ചതാ, പടച്ചവൻ സൃഷ്ടിച്ചതാകുന്ന സംഭവമാണത്. മലക്കുകൾ മുഖേന സ്വർഗം. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ളവൻ തന്നെ ചിന്തിക്കും, പടച്ച റബ്ബേ എനിക്കാണ് ഏറ്റവും വലിയ നിഅമത്ത് നൽകിയിട്ടുള്ളതെന്ന് ചിന്തിക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകൾ മുഖേന അല്ലാഹു ചോദിക്കുകയാണ് അതുരീദൂന അസിയദ മിൻ ഹാദാ, ഇതിനേക്കാൾ കൂടുതൽ വല്ലതും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ, വല്ലതും ലക്ഷ്യം വെക്കുന്നുണ്ടോ? സ്വർഗാവകാശികളോട് ചോദിക്കാൻ. ഫഖാലോടനെ അവർ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ ഹാദാ അസിയദു യാ അല്ലാഹ്, ഇത് തന്നെ കൂടുതലാണ് റബ്ബേ, ഇത് തന്നെ സുഖ ആസ്വാദനങ്ങൾ കൂടുതലാണ് അല്ലാഹ്. അലം തബിയല്ല വജൂഹനാ, കറുത്തിരുണ്ട മുഖത്തെ നീ വെളുപ്പിച്ചു തന്നില്ലയോ അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്ന് ഞങ്ങളുടെ ഈ സ്വർഗത്തിലേക്ക് കയറ്റിയില്ലയോ അല്ലാഹ്, ഈ സ്വർഗത്തിലെ നിയമത്തുകളെല്ലാം ഞങ്ങൾക്ക് കൂടുതലായിട്ടാണ് തോന്നുന്നത് റബ്ബേ. അലം തബിയല്ല വജൂഹനാ, കറുത്തിരുണ്ട മുഖകമലത്തെ നല്ല വെളുത്തു തുടുത്തതാക്കിയില്ലയോ അല്ലാഹ്, ഞങ്ങളെ റാഹത്തായ നിലയിൽ സന്തോഷത്തോടുകൂടി ഈ സ്വർഗത്തിലേക്ക് കടത്തി തന്നതിന് അൽഹംദുലില്ലാഹ്. സ്വർഗാവകാശികൾ മുഴുവനും അവർക്ക് കിട്ടിയ സർവ്വ നിഅമത്തുകളും സ്തുതി പാടിക്കൊണ്ട് നിൽക്കുമ്പോ ഫയുക്ശഫുൽ ഹിജാബ്, അല്ലാഹുവന്റെ മറയങ്ങ് നീക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ചറപ്പിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയാണ്. അള്ളാഹുവിനെ കണ്ട മാത്രയിൽ അവന് കിട്ടിയതാകുന്ന സർവ്വ നിഅമത്തുകളും അവൻ മറന്നുപോയി അള്ളാഹുവിൽ ലയിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫമാ ഊതു ശൈആ മിനൻ നളിരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം. ഉന്നതനായ പടച്ചറപ്പിലേക്ക് നോക്കുന്നത് പോലെയുള്ള ഒരു നിഅമത്ത് പോലെ ഒരു നിഅമത്ത്, അനുഗ്രഹം പോലെയുള്ള ഒരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടില്ല. കാരണം ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ലോകത്ത് ഏറ്റവും വലിയ അത്യുത്കൃഷ്ട വ്യക്തി സൗന്ദര്യത്തിന്റെ അതാവല്ലയോ ഹബീബായ നബി തങ്ങൾ, ആ പ്രവാചകരെ പോലും സൃഷ്ടിച്ചതായ അല്ലാഹു എത്ര വലിയ സൗന്ദര്യവാനാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ.
അല്ലാഹു സൗന്ദര്യവാനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏറ്റവും വലിയ സൗന്ദര്യവാൻ അല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം ആരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സൃഷ്ടികളിൽ അല്ലേ? ആ സൃഷ്ടാവിന് ഇപ്പം എത്ര സൗന്ദര്യം ഉണ്ടാവും ചിന്തിക്ക്. അള്ളാഹെ കണ്ണുന്നതോടുകൂടി ഇവനെ ബാക്കിയതൊക്കെ മറന്നു പോകും. സ്വർഗത്തിലെ ബാക്കിയുള്ള അനുഭൂതികൾ ആസ്വാദനങ്ങളൊക്കെ മറന്ന് അള്ളാഹെ കണ്ടങ്ങനെ നിൽക്കും. മറയില്ലാതെ നേരിട്ട് റബ്ബിനെ കാണും. ഇതാർക്കാ കിട്ടുന്ന നിഅമത്ത്? ഈ ദുനിയാവിൽ 5 വഖത്ത് നമസ്കാരം ചിട്ട വെച്ചവന് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റ വഖത്ത് ജമാഅത്ത് ഒഴിയാത്ത പുരുഷന്മാർ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബ് എന്ന സ്ഥലത്തുനിന്ന് വന്ന മുഹമ്മദ് ആഷിഖ് 16 വയസ്സ്. അവനിവിടെ കാണുന്നില്ല. അവനുണ്ടെങ്കിൽ സദസ്സിലേക്കൊന്ന് വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കുടുംബ് എന്ന സ്ഥലത്തുനിന്ന് വന്ന മുഹമ്മദ് ആഷിഖ് 16 വയസ്സുള്ള സഹോദരനാണ്. അന്നാ കിട്ടി അൽഹംദുലില്ലാഹ്. ഇവിടെ ഉണ്ട്, വേല കേട്ടോണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമ്മ വിളിച്ചോണ്ട് പോകാൻ പോവാണ്. അവൻ സ്വർഗത്തിലിരിക്കുക, അതാവൻ പോവാത്ത. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. വേഗം നിർത്താം. ഇന്ന് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇവിടെ. നിക്കാഹ് വധുവൊക്കെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കിട്ടുന്നില്ല, ഞാൻ നിർത്തുന്നു. വേഗം നിർത്താം. 5 മിനിറ്റ് കൂടി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നമസ്കാരം നിസ്സാര കാര്യമല്ല, വലിയൊരു അമലാണത്, വലിയ അമലാണ്. അള്ളാഹുവിനെ കണ്ട മുത്തുനബിക്ക് അള്ളാഹു നൽകിയ സമ്മാനം. എന്തിനു വേണ്ടി? സൃഷ്ടികളാകുന്ന ആളുകൾ മുഴുവൻ ആളുകളും എന്നെ കാണണം എന്ന് റബ്ബിന് വലിയ ആഗ്രഹം. അതിന് ഈ നമസ്കാരം നിലനിർത്തി കിട്ടിയാൽ മതി, കറക്റ്റായിട്ട് നിലനിർത്തി പോന്നാൽ മതി. നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ വഖത്തും ഇമാമും ജമാഅത്തുമാണ്. ആദ്യ ജമാഅത്ത് ശ്രദ്ധിക്കുക, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സ്ത്രീകളും അങ്ങനെ തന്നെ ആദ്യ സമയത്തെ ശ്രദ്ധിക്കണം. അവ്വൽ വഖത്ത് അതിന് വലിയ സംഭവമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു, അമലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്താ? അസ്സലാത്തു ലിവഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. നമസ്കാരത്തെ പറ്റി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിർണിതമാണ് നിസ്കാരം. നമ്മളൊക്കെ നിസ്കാരക്കാരാണ്. ആരും കൂട്ടത്തിൽ നിസ്കരിക്കാത്തവരുണ്ടാവില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ സമയത്ത് നിസ്കരിക്കാൻ ഒരു മടിയാണ്, സമയത്ത് നിർവഹിക്കൂല. ആദ്യ സമയത്തെ വെച്ച് നമ്മൾ പിന്തിക്കും, എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ സുബൈ 6 മണി സമയത്തായിരിക്കും, എന്നാലും നമ്മൾ നിസ്കരിക്കാൻ 7 മണി, നമ്മുടെ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുക. അങ്ങനെ ആകാൻ പാടില്ല. ആ സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഓരോന്നും അള്ളാഹുവിന് കൊടുക്കേണ്ടത് ആ സമയത്ത് നിർവഹിക്കുക. അപ്പം 4 മണിക്ക് ഇവിടെ ചോറ് വിളമ്പുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, രാവിലെ 4 മണിക്ക് ചോറ് കൊടുക്കുന്നതെന്ന് കണ്ടാൽ നമ്മളൊക്കെ 3:30 ആകുമ്പോൾ നിൽക്കും അല്ലേ? കാരണം ആ ചോറിന് നമ്മളൊരു ബഹുമാനം വെക്കും. എന്നാൽ അതേ മണിക്ക് 5 മണിക്ക് ബാങ്ക് വിളിക്കുന്നുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ വരാനും നമുക്കൊരു മടിയാണ് എങ്കിൽ നമ്മൾ നമസ്കാരത്തേക്കാൾ വലുതായി മറ്റതിനെ കണ്ടു എന്ന് വരും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 50 രൂപയുടെ ഒരു പൊതിയേക്കാൾ നമ്മൾ മഹത്വം കൽപ്പിക്കുന്നില്ല, ആ ഒരു പൊതിയുടെ മഹത്വം പോലും നമ്മൾ നിസ്കാരത്തിന് കൽപ്പിക്കുന്നില്ല എന്ന് വരും. സമൂഹം അങ്ങനെ ആകാൻ പാടില്ല. നമസ്കാരത്തിന് വളരെ ശ്രദ്ധ പതിപ്പിക്കണം, ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ടാവും. ഈ റജബിൽ ഏറ്റവും വലിയ സന്ദേശം അതാണ്. അള്ളാഹുവിലേക്ക് റജബുൻ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമായിട്ടാണ് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തിയത്. വേറൊരു ഹദീസിൽ കാണാം, റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിൻ്റെ മാസമാണ്. തെറ്റ് ചെയ്യാത്തവരില്ല, നമ്മളൊക്കെ തെറ്റുകാരാണ്. ഇതുവരെ നമ്മൾ തെറ്റിൽ മുഴുകിയ ജീവിതം നയിച്ചു. ഇനി റമദാൻ വരുമ്പോൾ പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി നമസ്കാരം ചിട്ടവെച്ചുകൊണ്ട് റബ്ബിലേക്ക് തിരിയണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ നിനക്ക് അല്ലാഹുവിനെ കാണാൻ തൗഫീഖ് ലഭിക്കുന്നതാണ്. മാമിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വമലകുൻ യമീനിഹി വമലകുൻ ശിമാലിഹി. നമസ്കരിക്കുന്ന ഓരോ നമസ്കാരക്കാരന്റെ വലത്തും അവന്റെ ഇടത്തും ഓരോ മലക്കുകൾ ഉണ്ടാകും അത്രേ. ഫൈദാ തമറുകുഅഹാ വസുജൂദഹാ വൽ നമസ്കരിക്കുന്ന നമസ്കാരക്കാരന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകൾ ഉണ്ടാകും. റഖീബ് അതീദ് മാത്രമല്ല, നമസ്കാരമെന്ന അമലിനെ പ്രത്യേകമായി അല്ലാഹു പരിഗണിക്കുകയാണ്. ആ നമസ്കാരത്തെ പ്രത്യേകമായി റബ്ബിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവരാൻ 2 മലക്കുകളെ അല്ലാഹു പറഞ്ഞേക്കുകയാണ്. ഇശാ നമസ്കരിച്ച ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം.
സ്വീകരിക്കുന്നുണ്ടോ? നീ നമസ്കരിക്കുമ്പോൾ നിന്റെ വലത്തും നിന്റെ ഇടത്തും ഓരോ മലക്കുകൾ ഉണ്ടാകുമത്രേ. ഫൈദാ തമറുകുഅഹാ വസുജൂദഹാ വൽഖിറാഅത ഫീഹാ. നമസ്കാരത്തിലുള്ള റുകൂഉം നമസ്കാരത്തിലുള്ള സുജൂദും നമസ്കാരത്തിലുള്ള ഓതലും എല്ലാം പരിപൂർണമാക്കി കഴിഞ്ഞാൽ സഅദത്തു സ്വലാത്തുഹു ഇലാ സമാ. അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ഹദ്റത്തിലേക്ക് നമസ്കാരത്തെ സ്വീകരിച്ചുകൊണ്ട് ആനയിച്ചു കൊണ്ടുപോയാണ്. വൈലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ വൽഖിറാഅത ഫീഹാ. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്, ക്യാമ്പസുകളിൽ പഠിക്കുന്നതായ മിക്ക സഹോദര സഹോദരിമാരും നമസ്കാരത്തെ അശ്രദ്ധ വെക്കുന്നവരാണ്. ലോഹവിടെ പോയി പൊന്നുമോനെ, അസറവിടെ പോയി സഹോദരി, ആ നമസ്കാരങ്ങൾ വീട്ടിൽ വന്ന് നമസ്കരിച്ചാൽ തന്നെ വേഗത്തിൽ നമസ്കരിക്കുന്നവരില്ലയോ? തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവരില്ലയോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. വൈലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ വൽഖിറാഅത ഫീഹാ. നമസ്കാരത്തിലുള്ള റുകൂഉം നമസ്കാരത്തിലുള്ള സുജൂദും നമസ്കാരത്തിലുള്ള ഓതലും എല്ലാം നീ പരിപൂർണമാക്കിയിട്ടില്ല എങ്കിൽ അവന്റെ നമസ്കാരത്തെ ഒന്നാം ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോ തുറദ്ദു സലാത്തുഹു, അവന്റെ നമസ്കാരത്തെ മലക്കുകൾ റിട്ടേൺ അയക്കുകയാണ്. നമസ്കാരത്തെ കബൂലാക്കുകയില്ല. യുലഫു സലാത്തുഹു കമാ യുലഫു സൗബുൽ ഖലിഫു. പഴയ തുണി ചുരുട്ടുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടി ഭൂമിയിലേക്ക് തന്നെ റിട്ടേൺ അയക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ചെറുപ്പക്കാര് സഹോദരങ്ങൾ, പല ആളുകളും നമസ്കരിക്കുന്നവരാണ്. പക്ഷേ നമസ്കാരത്തിൽ ഫറളായ ഷാഫി മദ്ഹബിൽ നിർബന്ധമായ തുമഇനീനത്ത് ശ്രദ്ധിക്കുന്നില്ല. ഷാഫി മദ്ഹബിൽ അത് നിർബന്ധമാണ്, ഫറളാണ്. തുമഇനീനത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അനക്കമടങ്ങുക എന്ന് പറയും. ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വന്നിട്ട് അവിടെ അനക്കമടങ്ങി ഇരുന്നിട്ട് റബ്ബി ഗഫിർലി വറഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, 7 വലിയ ദുആ അവിടെ ഉള്ളത്. എവിടെ എവിടെ? ഇടയിലെ ഇരുത്തത്തിൽ. ആര് ദുആരക്കുന്നു? അങ്ങോട്ട് റബ്ബി ഗഫിർ ഇതന്നെ പരിപാടി. പടപടപടാന്ന് അടിക്കുക, ചെല്ലുന്നില്ല. അതൊന്നും പറയും റബ്ബി ഗഫിർലി എന്ന് പറഞ്ഞാൽ അള്ളാഹത്ത്. 7 എണ്ണം പൂർണ്ണമായിട്ട് ആരും പറയുന്നില്ല. 7 എണ്ണം ഉണ്ടെന്ന് ഇപ്പോഴാണ് പലരും അറിയുന്നത് തന്നെ. 7 എണ്ണം ഉണ്ടോ ഉസ്താദെ? എണ്ണി നോക്കട്ടെ. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ പിന്നെ ആ ദുആയായിട്ട് നമ്മളും കൂടും. ചിലപ്പോൾ അവിടെ കൂടുതൽ ഇരിക്കാനും പാടില്ല, അത് ശ്രദ്ധിക്കണം. ഈ ദുആ 7, അത് ആ 7 ദുആകൾ റാഹത്തായ നിലയിൽ ആരാ ചെല്ലുന്നത്? റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അവിടെ ഇല്ല. അപ്പം ഇനി റമളാൻ വരിക, അലന്തരക്കൈഫ് മുതൽ താഴോട്ടടിക്കുന്ന മുസ്ലിയാർ എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഓടും. യാ അല്ലാഹ്, അത് തന്നെ നല്ല സ്പീഡിൽ അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ ഹലാസ്. അതിനിപ്പോൾ ബുള്ളറ്റ് ഓടിച്ച് പോകാനും ഒരു 1/2 കിലോമീറ്റർ പോയാലും വേണ്ടിയില്ല, 1 കിലോമീറ്റർ പോയാലും വേണ്ടിയില്ല, 1/2 മണിക്കൂർ യാത്ര ചെയ്താലും കുഴപ്പമില്ല. അലഞ്ഞത്ര നമുക്ക് താഴോട്ട് ഓടുന്നതിലല്ല വിഷയം, അത് തന്നെ നല്ല സ്പീഡിൽ തീരുന്നവരുണ്ടെങ്കിൽ ഓടും, അങ്ങോട്ട് ഓടുകയാണ്. അപ്പോൾ നമ്മുടെ ഈമാൻ എന്താ? നമ്മുടെ ഈമാൻ്റെ ആവശ്യം എന്താ? ചിന്തിക്കുമോ? എന്താണ് നമ്മുടെ അവസ്ഥ? ഖുർആനുമായി ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ഖുർആൻ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല, അത് ഓതാനും ശ്രവിക്കാനും നമ്മൾ തയ്യാറല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരെ ഭൗതിക ലോകത്തുള്ള സർവ്വപത്തുകളും അല്ലാഹു കാവൽ നൽകുന്നതാണ്. വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാക്കുന്നതാണ്.
ആരാണ് പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നു, ആ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് ഖത്മ് തീർക്കുന്നവരുണ്ടോ? മസ്താനുപ്പയ്ക്ക് വേണ്ടി ഒരു ഖത്മെങ്കിലും ഓതാൻ തയ്യാറുള്ളവരുണ്ടോ? അവിടുത്തെ ഉറൂസ് കഴിക്കുന്ന ഈ സമയത്ത് എനിക്കൊരു ഖത്മ് തീർക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്നവരെ, അതിന്റെ മിസ്ലു സവാബ് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നവരെ വലിയ പുണ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ്. അർത്ഥം തിരിയാത്ത സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, നബിയേ വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ, മുർതഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഗ്നഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങലാണ്, പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങലാണ്, പൂർത്തീകരിക്കലാണ്. അഥവാ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിച്ച് വീണ്ടും തുടങ്ങി വെക്കൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള അമലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ നമുക്കൊരു ഖത്മ് ഓതിക്കൂടെ? എന്തേ നമുക്കൊരു യാസീൻ ഓതിക്കൂടെ? ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് യാസീനാണ്, യാസീനാണ്. ഹബീബായ റസൂലുള്ളാഹി കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉഹാ കുല്ല യൗമിൻ സബാഹം വമസാഅ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ റസൂൽ യാസീൻ പതിവാക്കിയിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഇത്ര വലിയ മഹത്വമുള്ളതാണ്. നമ്മൾ ഓതുന്നുണ്ടോ? നമ്മൾ വല്ല ഓതുന്നുണ്ടോ? എന്നാൽ ഒരു യാസീൻ ഓതി ഡെയിലി അവർക്ക് വേണ്ടി. ഇപ്പം എത്ര ദിവസം ഉറൂസ് തുടങ്ങിയിട്ട് ഡെയിലി നമുക്കൊരു യാസീൻ ഓതി നമ്മൾ ദ്വാരക്കുന്നവരുണ്ടോ? അലിമീങ്ങൾ മുത്തലിമീങ്ങളുടെ കാര്യമല്ല, അല്ലാത്തവർ നമ്മൾ ഭക്ഷണം കഴിച്ച് പോകുന്നതിനപ്പുറം അവർക്കൊരു യാസീൻ ഓതിയിട്ട് അതിൻ്റെ മിസ്ലു സവാബ് കൊടുക്കണം, അധികം കൊടുക്കണം. യാസീൻ ഒന്നല്ല, 1000 ഓതാം നമുക്ക്. സമയം ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ വേനൽ അവധിയാണ്, സ്കൂൾ അവധിയാണ്. ഒരു ഹത്ത് അവരുടെ പേരിൽ തീർക്കുക, എന്നിട്ട് അതിൻ്റെ മിസ്ലു സവാബ് അവർക്ക് ഹദി കൊടുക്കുക. അള്ളാഹു ഇതിന് തത്തുല്യമായ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തിക്കാൻ, അവരുടെ പൊരുത്തം, അവരുടെ മദദ്, അവരുടെ ഹിഫ്ളും ഹിമായത്തും നൽകണേ. അങ്ങനെ ദുആരക്കുക. ഇതൊക്കെ പറ്റുന്നതല്ലേ? മക്കളെ സാലിഹായി തീരാൻ ചെയ്തൂടെ? 9.5 മാസം ഗർഭം ചുമക്കുന്ന ഉമ്മമാര്, കുട്ടികൾ ഗർഭം ധരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശുദ്ധിയുള്ള സമയമാണ്. ആ സമയം ഖുർആൻ ഓതാം. അത് സമയത്ത് നമ്മൾ സീരിയലും കണ്ട്, നമ്മൾ സിനിമാ പാട്ടും കേട്ട് മോശമായ ശൈലിയിൽ നമ്മൾ ധരിക്കുന്നു. ഖുർആനുമായി ഒരു ബന്ധവുമില്ല, ഖുർആൻ ഓതുന്നില്ല, ദിക്ർ ചെല്ലുന്നില്ല, സ്വലാത്ത് ചെല്ലുന്നില്ല, ഒരു ഫാത്തിഹ സൂറത്ത് പോലും മഹത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്നില്ല. ഈ നാട്ടിലുള്ളവർ മാത്രമല്ല, മറുനാട്ടിലെ ആളുകൾ പോലും വലിയ സ്നേഹത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും ഈ സദസ്സിലേക്ക് എത്തുക, മഹാനുഭാവൻ്റെ ചാരത്തേക്ക് എത്തുന്നു. എന്തുകൊണ്ട്? അവരുടെ പൊരുത്തം കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ അവരെ കൊണ്ട് ഒരുപാട് ഖൈർ കിട്ടിയിട്ടുണ്ട്. നിഅമത്തുകൾ ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലേക്കുള്ള വെളിച്ചം അവർ നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഖുർആൻ നമ്മൾ ഓതണം. നമസ്കാരത്തിൽ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് നമസ്കാരത്തിൽ തുമഇനീനത്ത്, അനക്കമടങ്ങൽ. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അള്ളാഹു ഇത് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. ആ നമസ്കാരത്തിൽ മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അനക്കമടങ്ങൽ. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മിക്ക ആളുകൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. എന്ത് രഹസ്യം ഉണ്ടെങ്കിലും മുത്തുനബി പറയലും ഹുദൈഫയോടാണ്. ഇത് അവൻ മുനാഫിക്കാണ്. ഓരോ മുനാഫിക്കിൻ്റെ പേരെടുത്ത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? പറയാൻ പറ്റിയ വ്യക്തിയാണ്, വേറൊരാളോടും ആ രഹസ്യം പറയൂല. നമ്മളിപ്പോൾ എന്ന് പറയുകയാണ്, ഉസ്താദ് വിളിച്ചിട്ട് അവൻ ഇച്ചിരി കുരുത്തം കെട്ടവനാണെന്ന് പറഞ്ഞാൽ അയാളെടുത്ത് നേരെ വിട്ട് പറയാം, നീ കുരുത്തം കെട്ടവനാണെന്ന് മുതിയാർ പറഞ്ഞിട്ടുണ്ടെന്ന്. അതോടുകൂടി മുതിയാരുമായിട്ട് ജഗപോക ആകെ ഇടിയായിരിക്കും. അതിനുവേണ്ടി അവൻ പറഞ്ഞു കൊടുക്കും. മറ്റേതങ്ങനെയല്ല. രഹസ്യം സൂക്ഷിപ്പുകാരെന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയാണ്. ആളുടെ പേര് വരെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ പുറത്തു വിടൂല. അതാണ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. നല്ല സഹാബിയാണ്. അദ്ദേഹം പറയാൻ,
അദ്ദേഹം ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് നിസ്കരിക്കാൻ, ഒരു ചെറുപ്പക്കാരൻ വന്ന് നിസ്കരിക്കാൻ, അന്നഹു റആ റജുലാ ലാ യുതിമ്മു റുകൂഅ വസ്സുജൂദ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാനിത് പറയുന്നത്, വേറൊന്നുമല്ല. നമ്മളിൽ അധിക ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. സ്പീഡിൽ അങ്ങ് നിസ്കരിക്കും, സുജൂദ് ശരിയല്ല, റുക്കൂ ശരിയല്ല, ഓതൽ പൂർത്തിയായിട്ടില്ല. ഒരല്പം കൂടി സമയമെടുത്താൽ നമുക്ക് റാഹത്തായ നിലയിൽ അത് ഓതി പൂർത്തിയാക്കാം. ഈ സ്പീഡിൽ നിസ്കരിക്കുന്നതും സാവധാനം നിസ്കരിക്കുന്നവൻ്റെയും രണ്ടുപേരുടെയും ടൈം എടുത്ത് നോക്കിയാൽ ആകെ ഒരു 3-4 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതാ രസം. ഇതുപോലെ ഒരാൾ 80 മൈൽ സ്പീഡിൽ വണ്ടി ഓടിച്ചു വരുന്നതും തൊട്ടുപിറകിൽ ക്യാമറ ഒന്നും അടിക്കാതെ തൊട്ടുപിറകിൽ ഒരു 60 സ്പീഡിൽ വരുന്നവരും ഒക്കെ എത്തിച്ചേരുന്നത് ഒരു അരമണിക്കൂർ വ്യത്യാസത്തിലുണ്ടാവുള്ളൂ. അല്ല വലിയ സ്പീഡൊന്നും ഇല്ല, അത് തോന്നലാണ്. മറ്റേത് ക്യാമറ കുറേ അടിച്ചിട്ടുണ്ടാവും, ഫൈൻ അടയ്ക്കാൻ പിന്നെ നടക്കണം. മറ്റവനൊന്നും ക്യാമറ ഒന്നും വേണ്ട, റാഹത്തായ നിലയിൽ അവനോട് എത്തിയിട്ടുണ്ടാവും എന്നതുപോലെ ഉള്ളൂ. അല്ല, ഈ നിസ്കാരത്തിന് യാതൊരു വിഷയമല്ല. ഹുദൈഫ റളിയല്ലാഹു തആല പറയാൻ, ഞാനൊരു വ്യക്തിയെ കണ്ടു, അവൻ നമസ്കരിക്കുന്നു, റുക്കൂവും സുജൂദും പൂർത്തിയാക്കാതെ തലകുത്തി മറിഞ്ഞ് നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. ഞാൻ അവനെ അടുത്തേക്ക് വിളിച്ചു, അവനോട് ചോദിച്ചു, മുൻദുക്കം തുസല്ലി ഹാദിഹി സ്വലാ, ഈ നമസ്കാരം നീ എത്ര നാളായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെയാണോ നിസ്കരിക്കുന്നത്? മുൻദുക്കം തുസല്ലി ഹാദിഹി സ്വലാ, എത്ര നാളായി ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ അവൻ പറഞ്ഞു, മുൻദു 40 സന, 40 കൊല്ലമായിട്ട് ഈ പരിപാടിയാണ്. ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയുണ്ട് ആചാര്യ, കൊള്ളാവോ എന്നർത്ഥത്തിൽ? 40 കൊല്ലമായിട്ട് ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത്. ഹുദൈഫ റളിയല്ലാഹു തആല ഉടനെ അവനോട് പറയുകയാണ്, ഇന്നക ലം തുസല്ലി ഹത്തൽ ആൻ, നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ഫൈമിത്താല ഹാദാ മിത്താല ഗൈരി ഫിത്രത്തി മുഹമ്മദി, ഈ രീതിയിലാണ് നീ മരിക്കുന്നത് എങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിലല്ലാതെയാണ് നീ വഫാത്താകുക എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു. 40 കൊല്ലമായി നമസ്കരിക്കുന്ന വ്യക്തിയാണ്. മനസ്സിലാക്കണേ സോദര, താബികളിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്വഹാബിയായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരമല്ല ഇത്. കാരണം നബിയുടെ നമസ്കാരം ഞങ്ങൾ കണ്ടവരാണ്. ലോകത്ത് ഒരു അമലും എന്നെ നോക്കി പഠിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നമസ്കാരത്തെ കുറിച്ച് മാത്രമാണ് നബി പറയുന്നത്. ഞാൻ നമസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നബി തങ്ങളുടെ നമസ്കാരം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നബിയുടെ നമസ്കാരമല്ല, നബിയുടെ ശൈലിയുമല്ല. ഈ ദിവസം നീ മരിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിലല്ലാതെയാണ് മരിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ചെറുപ്പക്കാരാ, നമ്മൾ ആകെ പടച്ചറപ്പിന് വേണ്ടി കൊടുക്കുന്നത് ഒരുപാട് നോമ്പുകളൊന്നും നോറ്റില്ലെങ്കിലും ആകെ കൂടി നമ്മൾ ചെയ്യുന്നത് നമസ്കാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യ വഖത്തിൽ നമസ്കാരം നിലനിർത്തുന്നതിനോടൊപ്പം ആ നമസ്കാരത്തിലുള്ള അനക്കമടങ്ങൾ ശ്രദ്ധിക്കണേ. നമസ്കാരം ഖബൂലിയത്തിന് അത് നിർബന്ധമാണ്. എങ്കിൽ പോയി നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് നിർബന്ധമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരം ചിട്ടവെക്കുന്നതിലൂടെ റബ്ബിനെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചതമ്പുരാൻ്റെ പൊരുത്തം നമ്മുടെ നമസ്കാരത്തിലൂടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ കാവൽ അല്ലാഹു നമുക്ക് നമസ്കാരത്തിലൂടെ നൽകി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം ചിട്ടവെക്കുന്നതിലൂടെ, നമസ്കാരം 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നതിലൂടെ അവൻ്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ സാലിഹ്യങ്ങൾ അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. എന്ത് തെറ്റ് നീ ചെയ്യുന്നുണ്ടോ നിന്റെ പാപം മുഴുവൻ അല്ലാഹു പുറത്തു തരും. ആ തെറ്റുകളൊക്കെ ഇല്ലാതാകും നിസ്കാരം കൊണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ എത്രയോ ആയത്തുൽ ഹദീസുകൾ ഓതാനുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വെറുതെ പറയല്ല. കള്ളുകുടിയുണ്ടോ, സിഗരറ്റ് വലിയുണ്ടോ, വ്യഭിചാരമുണ്ടോ ഒക്കെ നിൽക്കും. 5 വഖത്ത് നിസ്കാരം നീ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ച പുരുഷന്മാർ, സ്ത്രീകൾ ആദ്യ വഖത്തിൽ നിസ്കരിച്ചോ ഒക്കെ പോവും. ഖുർആനാണ് അതൊക്കെ. അബുൽ യസർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സമയമില്ല നമുക്ക്, ഇല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ അതുമായി പറയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചിട്ടവെക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ.
ഇവിടെ അടങ്ങിയിരിക്കുന്ന ഷെയ്ഖ് അവറുകളുടെ പൊരുത്തം, അവിടുത്തെ മദത്, അവിടുത്തെ ഹിമായത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റെടുത്ത് വരും. എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. കല്യാണം കഴിച്ചാൽ പോലെ നല്ലൊരു പെണ്ണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. എടപ്പള്ളിയിൽ നിന്ന് വന്ന റാഷിഫ് എന്ന സഹോദരൻ, നേരത്തെ ബഹുമാനപ്പെട്ട ഉഷാദ് പറഞ്ഞ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് വന്ന സഹോദരൻ അല്ലേ, കുന്നത്തേരി എന്താ പേര്, കുന്നത്താൻ, സിയാദ് കുന്നത്താൻ, അവർക്കടക്കം അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. ഒരുപാട് ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളുണ്ട്. അള്ളാഹു ഉഖറവിയായ ആലിമീങ്ങളിലും മുത്തഅല്ലിമീങ്ങളും നമ്മളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ വർഷവും നമ്മുടെ ഈ പരിപാടിക്ക് പരിപൂർണമായ സാന്നിധ്യം അറിയിക്കുകയും സഹായം നൽകുകയും അതോടൊപ്പം തന്നെ എല്ലാവിധമാകുന്ന ആത്മീയ നേതൃത്വം നൽകി ബഹുനിരായ നമ്മുടെ ഉഷാദ് ഉസ്താദ്, അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ധാരാളം കാലം ദീനിന് ഖിദ്മത്തിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ നാവിന് അള്ളാഹു അസറുള്ളതാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആ നാവിൻ്റെ അസറിലൂടെ ആരെല്ലാം ഹിദായത്ത് സിദ്ധിച്ചവരുണ്ട് എല്ലാവർക്കും അള്ളാഹു നമുക്ക് ഏവർക്കും അതിലൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം സഹായികളായി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ചുകൊണ്ട് അൽഹംദുലില്ലാ വളരെ റാഹത്തായ നിലയിൽ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ സുഭിക്ഷമായ ആഹാരം നൽകി മസ്താനുപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഇതിൻ്റെ സംഘാടക സമിതി ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം അതിനുവേണ്ടി സഹായങ്ങൾ നൽകിയവരുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിലീങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നൗഷാദ് ഉസ്താദിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, എല്ലാവർക്കും അള്ളാഹു കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ പൊന്നുമോൻ അള്ളാഹു ദറജ ഉയർത്തുമാറാവട്ടെ. സാലിഹായ മക്കളെ അള്ളാഹു ഇനിയും നൽകി അനുഗ്രഹിക്കട്ടെ. പെൺമക്കളടക്കം അള്ളാഹു എല്ലാവർക്കും നല്ല സാലിഹായ മക്കളെ അള്ളാഹു നമുക്കും അവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. ഒരു ഫാത്തിഹ ഇൻഷാ അല്ലാഹ് മഹാനുഭാവനെ ഓതി 3 ഖുൽ ഹുവല്ലാഹ് വൽ ഫലക് നാസ് ഇൻഷാ അല്ലാഹ്. ലാ ഹളറത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി സായിരി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ലാ സിയമാ ഇലാ ഹളറത്തി മൻ നഹ്നു ഇൻദ ഹളറത്തിഹി ഖാസത്തൻ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله.
سبحان الأبدي الأبد سبحان الواحد الأحد سبحان الفرد الصمد سبحان رافع السماء بغير عمد سبحان من بسط الأرض على الماء فجمد سبحان من خلق الخلق وحصاهم عددا سبحان من قسم الأرزاق ولم ينسى أحدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرد الهموم والغموم فرج همومنا وغمومنا يا الله يا حي يا قيوم برحمتك نستغيث يا حي يا قيوم برحمتك نستغيث سبحان الله العظيم بحمده سبحان من يجير ولا يجار عليه سبحان من لا يبرأ من الحول والقوة إلا إليه سبحان من التسبيح بمنه على من اعتمد عليه سبحان من يسبح كل شيء بحمده سبحانك اللهم لا إله إلا أنت يا من يسبح له الجميع تداركنا بعفوك فإنا جزوع يا أرحم الراحمين اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهدة السنية والرتبة العلية من اندرج النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وامت وحييت إلى يوم تبعث من نفنيت برحمتك يا الله ويا أرحم الراحمين اللهم أوصل وبلغ مثل ثواب ما قرأناه من الفاتحة الكتاب والإخلاص والمعوذتين إلى حضرة النبي المصطفى محمد اللهم أنزله المقعد المقرب عندك يوم القيامة وتوجه بتاج الرضا والعز والكرامة وإلى حضرات سائر أهل الخير كلهم أجمعين لا سيما إلى حضرة من نحل عند حضرته يا إله العالمين اللهم أمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم واحفظنا بحفظهم يا حفيظ يا حفيظ يا الله من جميع البلاء والأعداء والمشقات والفتن والأمراض والبلواء الخارج من الأرض والنازل من السماء لا سيما من سحر ساحر وعين عائن ومكر ماكر وحسد حاسد وظلم ظالم ومن الهم والوباء والطاعون والجدري والبرص والسقام ومن تسلط المردة الجن والشياطين ومن شرور الظالمين ومن شرور النمامين ومن شرور الحاسدين ومن شرور المغتابين ومن كل ذي شر أنت آخذ بناصيتها يا الله أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ ഓതിയ വിശുദ്ധമായ ഖുർആനിനുള്ള സൂക്തങ്ങളെ സ്വീകരിക്കണേ റബ്ബേ അത് കാരണമായി മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് ഞങ്ങൾ ഓതിയ വിശുദ്ധമായ ഖുർആനിന്റെ മിസ്ല സവാബ് സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ മശായിഖന്മാരുടെ ഹദറത്തിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ വന്നു ചേർന്ന വരവൂര് മസ്താനുപ്പയുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് അത് കാരണമായവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ് അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അവരുടെ കാവലിലാക്കണേ അല്ലാഹ് അവരുടെ ഹിഫ്ളിലാക്കണേ അല്ലാഹ് അവരുടെ ഹിമായത്ത് നൽകണേ അല്ലാഹ് ഈ നാട്ടിൽ വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും അല്ലാഹ് അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് സർവോപരി ഞങ്ങളുടെ മുഴുവൻ പാപ
പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മഅരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഞങ്ങളുടെ സർവ്വ നിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാ. രോഗികളുണ്ട് റബ്ബേ, പരിപൂർണ രോഗശമനം നൽകണേ അല്ലാ. ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നീ നിലനിർത്തി തരണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കളുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലികത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായാധിക സമയത്ത് ദുആയിലൂടെ മക്കളെ നൽകിയ പടച്ച റബ്ബേ, സാലിഹീങ്ങളാകുന്ന മക്കളെ ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ നൽകിയിട്ടുള്ളവരുണ്ട്, സാലികത്തുമായ മക്കളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു വിളിയാളം വരുകയാണ്, ഒരു അശരീരി മുഴങ്ങുകയാ. ഐന ജീറാനി ഐന ജീറാനി, എവിടെ എൻ്റെ അയൽവാസികൾ, എൻ്റെ അയൽവാസികൾ എവിടെയെന്ന് പടച്ച തമ്പുരാൻ മലക്കുകൾ മുഖേന ചോദിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും ഒന്നടങ്കം ചോദിക്കുകയാണ്, വമൻ ജീറാനുക യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ അയൽവാസി ആരാണ്? നിന്റെ അയൽവാസി ആരാണ്? നിനക്ക് മക്കളില്ലോ പടച്ച റബ്ബേ, നീ പരാശരരഹിതനാണല്ലോ അല്ലാഹ്. നീയല്ലേ സൂറത്തുൽ അഹദിലൂടെ നിന്റെ വിശേഷണങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ ആരാണ് പടച്ച റബ്ബേ നിന്റെ അയൽവാസികൾ എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന മറുപടി നൽകുകയാണ്, അല്ലദീന യഅതൂന ഇലൽ മസാജിദി ഖബിലൽ അദാൻ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുന്നതിന് മുമ്പ് ഒളുവെടുത്തുകൊണ്ട് എത്തിക്കാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലതുഭാഗത്ത് 1-ാമത്തെ സഫിൽ സ്ഥാനം പിടിക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, വഹും ജീറാനി, അവരാണ് എൻ്റെ അയൽവാസികൾ എന്ന് പടച്ചറബ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നമസ്കാരം 5 വഖത്ത് ചിട്ടവെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അതിലൂടെ നിന്നെ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. മറയില്ലാതെ നിന്നെ ഒന്ന് ദർശിക്കാൻ, നീ ഞങ്ങൾക്ക് കൺകുളിർക്കെ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവറുകളോടൊപ്പം സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ ഹിഫ്ളും ഹിമായത്തിനുമാക്കണേ അല്ലാ. ആരെല്ലാം സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചവരുണ്ടോ, ഈ നേർച്ചയ്ക്ക് വേണ്ടി ഹദിയകൾ നൽകിയവരുണ്ടോ, അവരുടെ സർവ്വ ഹദിയകളും സ്വീകരിക്കണേ അല്ലാ. ബാക്കി വച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും, സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിളീങ്ങളും ഉൾപ്പെടുത്തണേ അല്ലാ. പാരത്രിക ലോകത്ത് മക്കളെ കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. സർവോപരി മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ സർവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ റബ്ബേ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ശൈഖ് അവറുകളുടെ ഉറൂസ് ഇനിയും വളരെ റാഹത്തായ നിലയിൽ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് റാഹത്തായ നിലയിൽ കഴിക്കാൻ നീ സാമ്പത്തികപരമായി, മാനസികമായി, ശാരീരികമായി തൗഫീഖ് നൽകണേ റബ്ബേ. നീ തൗഫീഖ്
ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ഓതിയ വിശുദ്ധമായ ഖുർആനിന്റെ മിസ്ല സവാബ് അവരിലേക്ക് ഞങ്ങളുടെ മിസ്ല സവാബ് എത്തിക്കണേ റബ്ബേ. അവരുടെ ദറജ അതിലൂടെ ഉയർത്തണേ റബ്ബേ. അവരുടെ പൊരുത്തം അതിലൂടെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിലുള്ളവർക്കും മറുനാട്ടിലുള്ളവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഹിമായത്തും ഹിഫ്ളിലുമായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ അല്ലാ. അവരുടെ തണലിലായി ഞങ്ങളുടെ മരണവും സാധ്യമാക്കണേ അല്ലാ. സർവോപരി ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അന്ത്യം നീ വിജയിപ്പിക്കണേ അല്ലാ. കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബി സയ്യിദിനാ محمد صلى الله عليه وسلم. أيها الولي العظيم أيها الولي العظيم أتينا عندكم زائرين مستغفرين من ذنوبنا ومتشفعين بكم إلى ربنا فاشفعوا لنا عند الله فاشفعوا لنا عند الله فاشفعوا لنا عند الله بسبب هذا الزيارة يا رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ വസിയ്യത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ. വലിയുല്ലാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താന്റെ പാപ്പ മഹാനവറുടെ 18ാം ആണ്ട് നേർച്ചയുടെ 4 സുദിനമായ നാളെ നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തുന്നു ഉപ്പാപ്പയുടെ മുഹിബ് കൂടിയായ AM നൗഷാദ് ബാക്കവി ചിറയൻകീഴ്. ഏവരെയും ഞങ്ങൾ മഹനീയ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. വലിയുല്ലാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ പാപ്പ മഹാനവറുടെ 18ാം ആണ്ട് നേർച്ചയുടെ 4ാം സുദിനമായ നാളെ നമ്മോട് മുഖ്യപ്രഭാഷണം നടത്തുന്നു വരവൂർ മസ്താൻ പാപ്പയുടെ മുഹിബ് കൂടിയായ AM നൗഷാദ് ബാക്കവി ചിറയൻകീഴ്. വിശിഷ്ട അതിഥിയായി എത്തുന്നു സയ്യിദ് സക്കലാൻ ജിഷ്ടി, അജ്മീർ ദർഗാ ഷരീഫ്, ഫിറോസ് കുന്നംപുറമ്പേൽ. എവരെയും ഞങ്ങൾ മഹനീയ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു.